അന്ന് പറഞ്ഞിട്ട് പോയത് എന്തെന്നറിയാമോ? ആശാമാരുടെ ആവശ്യത്തിനാണ്. ഏത് ആശാമാരുടെ ആവശ്യത്തിന്? അവിടെ പോയിട്ട് അവരെ വാതിൽ അവരെ കാൽച്ചോടി ചെന്ന് കയറാൻ പറ്റിയോ? കാണാൻ പറ്റുമോ? അവർ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഈ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ഒരു മൂല കാണാൻ പറ്റുമോ? എന്തിനാ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നത്? ഇവരെന്തിനാ? അതിന്റെ പേര് ദോഷം നിങ്ങളെപ്പോലുള്ള നല്ല മാന്യമായ ആൾക്കാർക്കാണ് അതിന്റെ പേര് ദോഷം. ഇവരൊരു പത്രപ്രവർത്തകയായിരുന്നതല്ലേ? ഇത്രയും ഉൾപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞാൽ കൂടിപ്പോയി. ഞങ്ങൾ നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. പറഞ്ഞതിലപ്പുറം ഇനി പറയാൻ എന്ത്? നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആശാവർക്കർമാരുടെ സമരം 40ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ നിരാഹാര സമരവും ആരംഭിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തുടക്കം മുതൽ സമരത്തെ അപമാനിക്കാനും അവഹേളിക്കാനുമുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഒടുവിൽ പ്രതീക്ഷ നൽകാൻ എന്ന വ്യാജേന ഒരു ദില്ലി യാത്രയും നടത്തി. ആശമാരെയും പൊതുസമൂഹത്തെയും വിഡ്ഢികളുമാക്കി. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, എന്തിനായിരുന്നു ഈ ദില്ലി യാത്ര? ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ: BJP പ്രതിനിധിയായി പ്രിൻറ്റു മഹാദേവ്, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, LDFന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഒപ്പം ആശാവർക്കർ ജില്ലാ സമിതി അംഗം രാജി SB എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീമതി രാജിയിലേക്ക്. രാജി, കഴിഞ്ഞ 40 ദിവസങ്ങളായി ആശാവർക്കർമാർ പൊരിവെയിലത്തും മഴയത്തും സമരം ചെയ്യുകയാണ്. ആദ്യം ചർച്ചയ്ക്ക് വിളിച്ചു NHM മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ, ചർച്ച പൂർണ്ണ പരാജയം. അത് കഴിഞ്ഞ് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച, അതും പൂർണ്ണ പരാജയം. അതിൻ്റെ അടുത്ത ദിവസം മുതലാണ് നിരാഹാര സമരം പ്രഖ്യാപിച്ചിരുന്നത്. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും, പൊതുസമൂഹം സംസ്ഥാന സർക്കാരിനെതിരാകുമെന്ന് വന്നപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന യാത്രയായിരുന്നു ക്യൂബൻ പ്രതിനിധികളെ കാണുക എന്നുള്ളത്. പക്ഷേ കണ്ണിൽ പൊടിയിടുന്നതിനായി അത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടൊരു യാത്രയും സംഘടിപ്പിച്ചു. പക്ഷേ അത് മുഴുവൻ പൊളിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇങ്ങനെ ആശാവർക്കർമാരോട് പെരുമാറുന്നത്? നിങ്ങളിപ്പോൾ നിരാഹാര സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അതിലെ സമരമുഖത്തുള്ളവർ ക്ഷീണിതരായി കഴിഞ്ഞിരിക്കുന്നു. എന്ത് നടപടി ഇനിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, അല്ലെങ്കിൽ സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ടോ? ഈ NRHMൽ 38ാമത്തെ ദിവസമാണ് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് പോയത്. ആ ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നല്ല പ്രതീക്ഷയോടെയാണ് പോയത്. എന്ന് വെച്ചാൽ കാരണം നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ട് ആദ്യത്തെ 5-ാം തീയതി നമ്മുടെ ആരോഗ്യമന്ത്രി ചർച്ച വിളിച്ചു, അത് പരാജയമായി. അതിനുശേഷം ആരും ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ NRHM വിളിച്ചപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് പോയത്. എന്തെങ്കിലും നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ സമ്മതിച്ച് ഞങ്ങളുടെ സമരത്തിൽ നിന്ന് ഒഴിവാവും എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ഓണറേറിയത്തിൻ്റെ നിബന്ധനകൾ മാറ്റണമെന്നുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ NRHM ഡയറക്ടറും അതുപോലെ ഉദ്യോഗസ്ഥരും ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതിനല്ല ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ അത് ഞങ്ങൾക്ക് തരുന്നതിന് വേണ്ടി അതിൻ്റെ ചർച്ച നടത്തണമെന്ന് പറഞ്ഞു. പക്ഷേ അത് നടത്താൻ തയ്യാറായില്ല. ഞങ്ങൾക്കത് സർക്കാർ തലത്തിലേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നതിന്, ഒരു ചർച്ചയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അവസരം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. ഞങ്ങൾ സമരപ്പന്തലിൽ എത്തുമ്പോൾ തന്നെ തിരിച്ചു അവിടെ നിന്ന് വിളി വന്നു. നിയമസഭയിൽ 3 മണിക്ക് മന്ത്രി കാണാൻ വിളിച്ചിട്ടുണ്ട്, ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ നിയമസഭയിൽ പോകാനും ഞാനും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും രാവിലെ നമ്മൾ 12:30-ക്ക് NRHM ഓഫീസിൽ നടന്ന അതേ ചർച്ച തന്നെയാണ് അവിടെ നടന്നത്. നമ്മുടെ ഈ നിബന്ധനകളെക്കുറിച്ചൊന്നും അവർ അവിടെ സംസാരിച്ചില്ല. നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കണം, നമുക്കിത് തരണം. അപ്പോൾ അവർ പറയുന്നത് പൈസയില്ല, സർക്കാരിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കണം, ഇപ്പം നിങ്ങൾക്ക് കൂട്ടിത്തരാൻ നിർവാഹമില്ല, സർക്കാർ നിങ്ങളെ കൂടെ ഉണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് കൂട്ടാനുള്ള നിർവാഹമില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ 38 ദിവസം നമ്മുടെ ഈ പ്രധാന ആവശ്യം ഉന്നയിക്കാതെ നമുക്ക് സമരത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഞങ്ങളിത് വെറുതെ വന്നിരുന്ന് സമരം ചെയ്യുന്നതല്ല. നിരന്തരമായ ചർച്ചകളിലൂടെയും എല്ലാ ബഡ്ജറ്റ് സമയത്തും ഞങ്ങൾ സർക്കാരിനോട് നമ്മുടെ യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്, ബഡ്ജറ്റിൽ നമ്മുടെ വിഹിതം ഓണറേറിയം കൂട്ടണമെന്നുള്ള എല്ലാ ബഡ്ജറ്റിന് മുമ്പായിട്ടും നമ്മൾ അവിടെ നിവേദനം കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും പരിഹാരം കാണാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ നിരാഹാര സമരമായിട്ട്
രാപ്പകൽ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായത്. അല്ലാതെ പെട്ടെന്ന് ഉദിച്ചു വന്ന ഒരു സമരമല്ല ഇത്. നമ്മൾ ഈ ഉപവാസ സമരം നമ്മൾ തുടങ്ങിയത് 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ് നമ്മൾ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നുള്ളത്. അതും നമ്മൾ പ്രഖ്യാപിച്ചിട്ടാണ് ഞങ്ങളിരുന്നത്. അല്ലാതെ മന്ത്രിയുടെ പെട്ടെന്നുള്ള ഒരു ഡൽഹി പോക്കിന് സമാനമായിട്ടല്ല അത് ചെയ്തത്. നമ്മൾ 17-ാം തീയതി നമ്മൾ ഉപരോധ സമരത്തിൽ പ്രഖ്യാപിച്ചതാണ് 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം മുന്നോട്ട് പോകുമെന്ന്. നമ്മുടെ ചർച്ചകളൊന്നും അവർ ചെവിക്കൊള്ളാതെ വന്നപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല. നമ്മൾ ജീവിക്കാനാണ്, ഈ 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം മുഖത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ശ്രീമതി രാജി, ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ആദ്യം സ്റ്റേറ്റ് കോർഡിനേറ്ററുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. തുടർന്നായിരുന്നല്ലോ ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച. ആദ്യം നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെന്ന് പറയുന്നത് 7,000-ൽ നിന്ന് 21,000 രൂപയാക്കുക, ഒരു പെൻഷൻ സ്കീം നടപ്പിലാക്കുക, അതോടൊപ്പം വിരമിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ നൽകുക. പിന്നീടാണ് ഈ മാനദണ്ഡം, അതായത് ഓണറേറിയം ലഭിക്കുന്നതിനുള്ള 10 നിബന്ധനകൾ അത് നീക്കുക എന്നുള്ളത്. ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറായത്? കാരണം ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 10 മാനദണ്ഡങ്ങളിൽ 5 എണ്ണം പിൻവലിച്ചു എന്ന് പറയുകയും തുടർന്ന് പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് 10 നിബന്ധനകളും പിൻവലിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴും ഈ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ, അതായത് 1000 രൂപ ഇൻസെൻറ്റീവ് ലഭിച്ചാൽ മാത്രമേ 3000 ഓണറേറിയം ലഭിക്കുകയുള്ളൂ എന്നുള്ളത്, അതായത് ഉപാധിരഹിത ഓണറേറിയം അല്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കടും പിടുത്തം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് ആരോഗ്യമന്ത്രി അനുഭാവപൂർണ്ണമെങ്കിലും നിങ്ങളോട് സംസാരിച്ചത്? ഈ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളായിരുന്നല്ലോ, 21,000 രൂപയും വിരമിക്കൽ ആനുകൂല്യവുമൊക്കെ. അതിനോട് അല്പമെങ്കിലും അനുഭാവപൂർവ്വം സംസാരിക്കുന്ന ഒരു സമീപനം ഉണ്ടായോ? ഇല്ല. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മളടുത്ത് ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല. നിങ്ങൾ ഗൺപോയിൽ നിർത്തി മന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ എങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. നമ്മൾ ഇന്നലെ എല്ലാം നമ്മൾ ഇത് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിന് ആ 3 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥരാവട്ടെ മന്ത്രിയാവട്ടെ ആരും തയ്യാറായിട്ടില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സമരം പിൻവലിച്ചു പോകണം. എൻ്റെ ആശമാർ തെരുവിൽ ഇങ്ങനെ ഇരിക്കുന്നതും മഴയും വെയിൽ കൊള്ളുന്നതും ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് സമരം അവസാനിച്ച് നിങ്ങളുടെ സേവനങ്ങൾ ഉറപ്പാക്കണം. എല്ലാം ഇതായി കിടക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ചെയ്യേണ്ട സേവനങ്ങളെല്ലാം മാറിക്കിടക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ സമരം പിൻവലിച്ച് നിങ്ങൾ ജോലിയിൽ കയറണമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരി. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രീമതി രാജി, ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പുറപ്പെട്ടപ്പോൾ എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് ആശമാരുടെ സമരത്തിൽ ഒരു പ്രതീക്ഷ തുടർന്നുണ്ടാകുമെന്നുള്ളത്. നിങ്ങളും അത്തരത്തിൽ തന്നെയാണ് സമരമുഖത്തു നിന്നും പ്രതികരിച്ചതല്ലേ? അന്ന് നിങ്ങൾക്കൊരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു, കാരണം ഇതൊരു ചർച്ചാ വിഷയമാകുമെന്നും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അനുകൂലമായൊരു സമീപനം ഉണ്ടാകുമെന്നും. തുടർന്ന് അങ്ങോട്ട് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനകളൊക്കെ കണ്ടതാണ് ഞെട്ടിക്കുന്നതുമായിരുന്നു. കാരണം കൃത്യമായി അവസരോചിതമായി മാറുന്ന ഒരു നയത്തിലേക്ക് എത്തിയത്. ആ ഒരു നിലപാട് മാറ്റത്തെ എങ്ങനെയാണ് നിങ്ങളടക്കമുള്ള ആശാവർക്കർമാർ കണ്ടത്? ഞങ്ങൾ അന്ന് മന്ത്രിയെ കാണുമ്പോൾ മന്ത്രി പറഞ്ഞെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോകുന്നുണ്ട്, ആരോഗ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോകുന്നുണ്ട് ഒരാഴ്ച എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. അപ്പം ഞങ്ങളത് സ്വാഗതം ഒരു നിമിഷം ഞാനത് ഒന്നുകൂടി ചോദിക്കുകയാണ്, ഒന്നുകൂടി സാധിക്കുമെങ്കിൽ ആവർത്തിക്കുക. അതായത് ഒരാഴ്ച മുൻപ് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് കേന്ദ്രത്തിൽ പോകുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് എന്ന്, അല്ലേ? ഞങ്ങളടുത്ത് മെനഞ്ഞാത്ത ചർച്ചയിൽ പോയപ്പോൾ പറഞ്ഞതാണ് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ മന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുമായിട്ട് നമ്മൾ സംസാരിക്കും, കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് ചർച്ചയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വളരെ നന്ദി മേഡം, ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ മേഡം അവിടെ പോകണമെങ്കിൽ ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങി ഇവിടെ വരുമ്പോഴാണ് വൈകിട്ട് എത്തുമ്പോഴാണ് വീണ്ടും പറയുന്നത് വൈകിട്ട് മന്ത്രി അങ്ങോട്ട് പോകുന്നു ഡൽഹി പോകുന്ന കാര്യം. അപ്പോഴാണ് ഞങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് പോകും, നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് പോയ കാര്യം അത് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. നാളെ പോവുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിച്ചില്ല. ഒരാഴ്ചയ്ക്ക് മുമ്പ് പോകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. ശരി. പക്ഷേ അവിടെ പോയത് ഇത്തരം ഒരു കാര്യമേ സംസാരിക്കാനായിരുന്നില്ല എന്നുള്ളത് തുടർന്ന് വ്യക്തമായതാണ്. ശ്രീമതി മേരി ജോർജ്, പൊള്ളയായ കണക്കുകൾ ആദ്യം നിരത്തി നോക്കി, അതിലൊന്നും വിജയിച്ചില്ല. രണ്ടാമത് ഒരല്പം പ്രത്യാശ നൽകുന്ന ചില പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വന്നു. പക്ഷേ അതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ദില്ലി യാത്രയിലൂടെ വ്യക്തമായതുമാണ്. എന്തിനാണ്
ഇത്രയധികം കഷ്ടപ്പെടുന്ന ഈ ആശമാരോട് ഈ സർക്കാർ സമീപനം, ഈ പിടിവാശി, അവരോട് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പോലും പറയുന്നത് നിങ്ങൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം എന്നാണ്. തുടർ ചോദ്യങ്ങൾ അവർ ഉറപ്പായും ചോദിച്ചിരിക്കും. കാരണം അവരുടെ മുന്നിൽ ഈ അധികാര ദുർവിനിയോഗത്തിനും ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ കൊടുക്കാനും ധൂർത്തിനുമൊക്കെ ധാരാളം പണമുള്ളത് പൊതുസമൂഹത്തിന് അറിയാം. അതുകൊണ്ട് മുണ്ടുമുറുക്കി ഉടക്കേണ്ടവർ എപ്പോഴും അവശരാണ്, അധകൃതരാണ് എന്നുള്ള നിലപാടാണോ ഈ സർക്കാർ വെച്ച് പുലർത്തുന്നത്? അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സത്യത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് വളരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. അതായത് സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലാണ്. ആ കടുത്ത ധനപ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെ നേരത്തെ രാജി സൂചിപ്പിച്ചതുപോലെയും താങ്കൾ സൂചിപ്പിച്ചതുപോലെയും പലർക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ എന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല, അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് അവരുടെ അർഹത നോക്കിയാണോ കൊടുക്കുന്നത്, അവരെ കൊണ്ടുള്ള പ്രയോജനം നോക്കിയാണോ കൊടുക്കുന്നത്? ഇതൊന്നും ഇപ്പം KPSC മെമ്പേഴ്സിനാണെങ്കിൽ തന്നെ അവർക്ക് ശമ്പള പരിഷ്കരണം എല്ലാ സംസ്ഥാനത്തും ഉള്ളതുപോലെ ഇവിടെയും ആവശ്യമാണ്. പക്ഷെ അനവസരത്തിൽ ഒരു ശമ്പള പരിഷ്കരണം നടത്തണമായിരുന്നു എന്നുള്ളതൊക്കെ വളരെ വിചിന്തനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത്ര കടുത്ത ധനപ്രതിസന്ധിയിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെ ഇതുപോലെ ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട തൽക്കാലമില്ല. അവരോടായിരുന്നു ഇത് പറയേണ്ടിയിരുന്നത്. അതായത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ. ഈ ആശാ വർക്കർമാർ നേരത്തെ രാജി പറഞ്ഞതുപോലെ 232 രൂപ കൊണ്ട് ഒരു ദിവസം കൂട്ടിമുട്ടിക്കേണ്ട ആശാ വർക്കർമാര് എങ്ങനെ അത് കഴിയും? കേരളത്തിന്റെ ഇപ്പൊ പണപ്പെരുപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ ഭക്ഷ്യ പണപ്പെരുപ്പവും ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. തൊഴിലില്ലായ്മ പോലെ തന്നെ പണപ്പെരുപ്പവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിലാണ് കേരളത്തിലുള്ളത്. കാരണം കേരളത്തിൽ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതേ സമയത്ത് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്ന് വളരെ പ്രശസ്തവുമാണ്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തില് വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുകയാണ് സാധാരണക്കാർ. അപ്പൊ ഇവരാണെങ്കിൽ അതിസാധാരണക്കാരാണ്. സാധാരണക്കാരേക്കാൾ താഴെ തട്ടിലുള്ളവർ സാമ്പത്തികമായിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ബുദ്ധി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അവര് സാധാരണക്കാരെക്കാൾ താഴെ തട്ടിലെന്ന അഭിപ്രായം എനിക്കില്ല. അപ്പൊ അങ്ങനെ സാമ്പത്തികമായി താഴെ തട്ടിലുള്ള ഈ ആശാ വർക്കർമാര് അവരെ ഒരു ദിവസം 232 രൂപ കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അവര് ചോദിക്കുന്ന ഓണറേറിയം എത്രയാണ്? 21,000 രൂപ. അതുപോലും അങ്ങേയറ്റത്തെ ഒരു ഓണറേറിയം അല്ല. കാരണം നമുക്കറിയാം, ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി, അതായത് 40 ലക്ഷത്തിലേറെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ്. ഒരു ദിവസത്തെ കൂലി, ഈ തിരുവനന്തപുരത്തെ ഒരു ദിവസത്തെ കൂലി 1250 രൂപയാണ് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിക്ക് പോലും. അപ്പൊ 1250 രൂപ വെച്ച് നമ്മൾ ഒരു 30 ദിവസമോ 31 ദിവസമോ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് 37,500 40,000 വരുന്നുണ്ട്. അങ്ങനെ അവരവരുടെ വീട്ടിലേക്ക് ഇതുപോലെ പണം സമ്പാദിച്ച് അയക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അതായത് അവർക്ക് 1250 രൂപ ഒരു ദിവസം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കുന്നും മലയും കയറി ഇറങ്ങി രാത്രിയും പകലും അധ്വാനിക്കുന്ന ആശാ വർക്കർമാർക്ക് 232 രൂപ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അന്നേപ്പം കഴിച്ചു കൊള്ളണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഗവൺമെന്റിനുള്ള. ആ ആറ്റിറ്റ്യൂഡാണ് ഇതൊരു ജനക്ഷേമ ഗവൺമെന്റ് ആണോ, ഒരു സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ, അതോ ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് ആണോ എന്ന ചോദ്യം നമ്മുടെ നാവിൽ വന്നു പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. ശരിക്കും മറ്റാരുടെയേക്കാളും കൂടുതൽ ഇപ്പൊ അംഗനവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് ഇവരെയൊക്കെ ഒറ്റ ഗണത്തിൽപ്പെടുത്തി കാണേണ്ടതാണ്. അവർക്കും 12,000 രൂപയുടെ പ്രതിമാസ വേതനമാണുള്ളത്. അതും തീർത്തും പോരാത്തതാണ്. അപ്പൊ ഇവിടുത്തെ ഈ കേരളത്തിന്റെ വിലക്കയറ്റവും സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളിക്ക് 40,000 രൂപ ഈ സംസ്ഥാനത്ത് നിന്ന് ഒരു മാസം സമാഹരിക്കാൻ കഴിയുന്ന ഒരു സാധ്യത നിലനിൽക്കെയാണ്
രാപകൽ ജോലി ചെയ്യുന്ന, അതായത് ഇപ്പൊ ഒരു കിടപ്പ് രോഗിയെ ഒരു ആശാ വർക്കർ സഹായിക്കാൻ പോകുന്നുവെങ്കിൽ എല്ലാ സമയത്തുമുള്ള ആഹാരം എടുത്തു കൊടുക്കുക, മരുന്ന് എടുത്തു കൊടുക്കുക, അവർക്ക് വേണ്ട മറ്റ് സഹായങ്ങൾ ചെയ്യുക, ഇതെല്ലാം ഒരുപക്ഷെ ഈ ആശാ വർക്കർ തന്നെ ചെയ്യേണ്ടി വരും. ഇനി അത് പോകട്ടെ, ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഇത്ര രൂക്ഷമായിരിക്കുന്ന കേരളത്തിലാണ് ഇവര് നടന്നുപോയി, അതായത് പട്ടണങ്ങളിൽ പോലും കാട്ടുപന്നിയും ഒക്കെ യാത്രാ സമയത്ത് ആക്രമിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആണ് പലപ്പോഴും ഈ ആശാ വർക്കർമാര് ഇവിടെയുള്ള കാടും മേടും ഒക്കെ കടന്ന് ഇങ്ങനെയുള്ള സേവനം നടത്താൻ വേണ്ടി, അത് മാത്രമല്ല അവർ ഒരുപാട് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ സംസ്ഥാനത്തെ പറ്റി എടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആശാ വർക്കർമാരുടെ സേവനം കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിലെ ആശാ വർക്കർമാരുടേതിനേക്കാൾ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്, ഓൾ ഇന്ത്യ തലത്തിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ആകെ 7% മാത്രമാണ് 60 കഴിഞ്ഞവര്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. 2011 സെൻസസ് അനുസരിച്ച് പോലും 60 കഴിഞ്ഞവർ 17% കേരളത്തില്. 2021 സെൻസസ് നടത്തിയിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ 25% ഒക്കെ ആയി ഉയർന്നിട്ടുണ്ടാകാം. അപ്പൊ അത്രയും 60+ പോപ്പുലേഷൻ, അവരിൽ തന്നെ 70+, 80+ ഒക്കെ ആകുമ്പോഴേക്കും ലോഞ്ചിവിറ്റി ഏറ്റവും, അതായത് ആയുർദൈർഘ്യം ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് കേരളം എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ 70 കഴിഞ്ഞവരും 80 കഴിഞ്ഞവരും 90 കഴിഞ്ഞവരും ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് മാത്രവുമല്ല, യങ്ങർ ജനറേഷൻ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം തേടി ജോലി തേടിയൊക്കെ ചേക്കേറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പ്രായമായവർ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം. ചില കോൺസെൻട്രേഷൻ ഏരിയകളുണ്ട്, പക്ഷെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇങ്ങനെയുള്ള, അപ്പൊ അങ്ങനെയുള്ളവരെ കൂടുതൽ പരിചരിക്കേണ്ട സംസ്ഥാനം എന്ന പ്രത്യേക പദവി കേരളത്തിന് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഫിനാൻസ് കമ്മീഷനോടൊക്കെ നമ്മുടെ വിഹിതം ചോദിക്കുമ്പോൾ ഈ ജെറിയാട്രി കെയറിന് വേണ്ടി പ്രത്യേക വിഹിതം ചോദിക്കാറുണ്ട്, അതായത് 60 കഴിഞ്ഞവരുടെ കെയറിന് വേണ്ടി. അപ്പൊ ഈ 60 കഴിഞ്ഞവരുടെ എണ്ണം കൂടുതലുള്ള ഈ സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ ദൗത്യം വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരുപാട് സമയം അതിനുവേണ്ടിയും എടുക്കേണ്ടി വരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ ആ സമരത്തോട് മുഖം തിരിക്കുന്ന സർക്കാർ എന്ന് മാത്രമല്ല, തുടക്കം മുതൽ അവഹേളിക്കുന്ന സമീപനം, അപമാനിക്കുന്ന സമീപനമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു മന്ത്രിയുടെ പ്രസ്താവനയാണ്. മന്ത്രി MP രാജേഷ് പറഞ്ഞത് ആശമാർ അനാവശ്യ പിടിവാശി ഉപേക്ഷിക്കണം എന്നാണ്. അല്ലാതെ സർക്കാർ കണ്ണു തുറക്കണം എന്നൊരു വാക്കുപോലും പറയാൻ ഭരണതലത്തിൽ നിന്നുള്ള ആർക്കും ആർജവമില്ല എന്നുള്ളത്. തിരികെ ചർച്ചയിലേക്ക്. ശ്രീമതി രാജി, ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സർക്കാർ അനുഭാവപൂർണമായൊരു നടപടി സ്വീകരിക്കുമെന്നുള്ളത്. പക്ഷേ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തുടർന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതുമാണ്. വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ആശാ വർക്കർമാരുടെ സമരത്തിന് സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ ഒരു സ്വീകാര്യത തന്നെ CPM-നെയും സർക്കാരിനെയും കടുത്ത പ്രതിരോധത്തിലുമാക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ അതിൽ നിന്ന് തടിതപ്പാനുള്ള ഒരു അവസാനവട്ട ശ്രമമായിരുന്നു ഈ നേരത്തെ നിശ്ചയിച്ച ദില്ലി യാത്ര. നേരത്തെ നിശ്ചയിച്ചത് എന്ന് പറയുമ്പോൾ അത് ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കാനല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും അടിവരയിട്ട് തന്നെ പറയണം. അതിനു പകരം ക്യൂബൻ ഡെലിഗേഷൻ സംഘത്തെ കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. പ്രതിനിധി സംഘത്തെ കണ്ട് അത്താഴ വിരുന്നിലൊക്കെ പങ്കെടുക്കാൻ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം പോകാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം എന്നുള്ളത് അതുതന്നെ ആയിരുന്നില്ലേ ലക്ഷ്യം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും സർക്കാരിന്റെയും? നേരത്തെ നമ്മുടെ വിഷയം തീരുമാനിക്കാതെ പോയതാണ്. പക്ഷേ ഡൽഹിയിൽ പോണു എന്ന് പറയുമ്പോൾ പൊതുജനം വിചാരിക്കും ഞങ്ങളുടെ കാര്യം കൂടെ സംസാരിക്കും. ഇപ്പോഴും രൂക്ഷമായിട്ടിരിക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ കാര്യം കൂടെ ചർച്ച ചെയ്യാനായിരിക്കും മന്ത്രി പോയത് എന്നായിരിക്കും നമ്മളെ ഉൾപ്പെടെ എല്ലാ ജനങ്ങളും അതായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് തെളിഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഓണറേറിയം തരുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ സംസ്ഥാനത്ത് പരിഹരിക്കേണ്ട ഈ വിഷയം ഡൽഹിയിൽ പോയി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് അത് നടക്കുന്ന കാര്യമല്ല. അവിടെ നമുക്ക് ഇൻസെൻറ്റീവാണ് തരുന്നത്. ഓണറേറിയത്തിൻ്റെ കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഓണറേറിയം കൊടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഓണറേറിയം തരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഡൽഹിയിൽ പോയി അവിടെ ചെന്ന് ചർച്ച ചെയ്ത് അത് വാങ്ങണം. നമുക്ക് കിട്ടേണ്ട കേന്ദ്ര ഫണ്ടുകൾ വാങ്ങേണ്ടത് മന്ത്രിയുടെ കടമയാണ്, അത് വാങ്ങണം. പക്ഷേ
നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഓണറേറിയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രി ഡൽഹി പോവേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് തന്നെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട എത്രയോ സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിന് മുതിരാതെ നിൽക്കുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ നിയമസഭയിൽ മന്ത്രി രാജേഷ് പറഞ്ഞു നമ്മൾ പിടിവാശിയെന്ന്. എന്താണ് ഞങ്ങൾ പിടിവാശി കാണിക്കുന്നത്? ഈ 232 രൂപയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് പിടിവാശിയാണ് കാണിക്കുന്നത്? നമ്മൾ ഓണറേറിയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടിത്തരാമെന്നോ എന്നുള്ള ഒരു ചർച്ച നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഓണറേറിയം കൂട്ടുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലരും ബുദ്ധിമുട്ടിലാണ്. ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും നമ്മളത് ചർച്ച ചെയ്യുന്നത്. പലരും വീടുണ്ടെങ്കിൽ പോലും ആ വീടുകളെല്ലാം ബാങ്കുകളിൽ പണയം വെച്ച് ലോണുകൾ എടുത്തിട്ടാണ്. ജപ്തിയുടെ പല വക്കീലായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ വേറെ ആരെന്നെങ്കിലും പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയോ ഒന്നുമല്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ജീവിക്കണം. നമ്മൾ ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള തുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് തരാനുള്ള സർക്കാർ ഈ താഴെ തട്ടി കിടക്കുന്ന ജനങ്ങൾക്ക് അത് നേടിത്തരേണ്ടത് ഭരിക്കുന്ന ഏത് സർക്കാരാണോ അവർ തന്നെയാണ്. അത് ഞങ്ങൾക്ക് നേടിയെടുക്കണം. അതിനാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വാശി പിടിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പിടിവാശിയും ഞങ്ങൾക്കില്ല. ജീവിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ അത് സർക്കാർ നേടിത്തരേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അതെ. ശ്രീ സതീഷ് വസന്ത്, രാപ്പകലില്ലാത്ത അധ്വാനം, മണിക്കൂറുകളുടെ കണക്ക് വെച്ച് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ഒരു രീതിയല്ല. വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണ് ആശാവർക്കർമാർ നേരിടുന്നത്. അവരുടെ വളരെ മിനിമം ഒരു ആവശ്യമാണ് 3 കാര്യങ്ങൾ. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ സ്കീം ഉണ്ടാക്കുക, വിരമിക്കൽ സമയത്ത് ഒരു തുക തങ്ങൾക്ക് അനുകൂലമായി തരിക എന്നുള്ളത്. എന്തിനാണ് സർക്കാർ ഈ പിടിവാശി കാണിക്കുന്നത്? പിടിവാശി മാത്രമല്ല, പൊതുസമൂഹത്തിന് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം, ആശാവർക്കർമാരെ അവഹേളിക്കാനുള്ള തന്ത്രം 40 ദിവസം ആകുകയാണ്. എന്തിനാണ് ഒരു തൊഴിലാളി അനുകൂല സർക്കാർ എന്ന് സ്വയം പറയുന്ന ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള പെരുമാറ്റം കാണിക്കുന്നത്? രോഹിണി, ഈ ആശാവർക്കരുടെ സമരം ഇപ്പം 40 ദിവസം കഴിഞ്ഞു വന്നു രോഹിണി, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ആദ്യമായി സമരം ചെയ്യുമ്പോഴത്തേക്ക് അവർ 10 ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് വന്നത്. അതിൽ 7 ആവശ്യങ്ങളും അംഗീകരിച്ച് കഴിഞ്ഞു രോഹിണി. അതിൽ 3 കാര്യങ്ങൾ മാത്രമേ നമുക്കിനി അംഗീകരിക്കാനുള്ളത്. അവർക്ക് ഈ സമരം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അവരെ ഓണറേറിയം പെൻഡിങ് ഉണ്ടായിരുന്നു 3 മാസത്തെ, അതെല്ലാം കൊടുത്തു കഴിഞ്ഞു സർക്കാർ. ഈ സമയത്ത് ഔദാര്യമല്ല, ഞാൻ കുറച്ച് കുടിശ്ശിക കൊടുക്കേണ്ട, അതാണ് പറഞ്ഞത്. അപ്പം ഈ സർക്കാർ അനുഭവപൂർവ്വം അല്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം നിങ്ങൾ വേറൊന്ന് കേസെന്ന് വെച്ചാൽ ഈ ആശാവർക്കർമാരെ ഈ ജോലി എന്ന് പറയുന്നത് രോഹിണിക്ക് അറിയാമോ? അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നത് ഇത് കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയാണ്. ഇത് ആദ്യം ആരാണ് കൊണ്ടുവന്നത്? UPA സർക്കാരാണ് കൊണ്ടുവന്നത്. UPA സർക്കാരിന് കേന്ദ്രത്തിലെ ഈ ആരോഗ്യ കാര്യങ്ങൾ താഴെ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ആശ എന്നുള്ള ഒരു ആവിഷ്കരണം. അപ്പം അത് കേന്ദ്ര ആവിഷ്കരണം. അപ്പം കാലങ്ങളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ 60-40 എന്നുള്ള കണക്കിനാണ് വേണ്ടത്. ഇപ്പം അതൊന്നുമില്ല, അതൊന്നും തരണമില്ല. അപ്പോൾ ഇപ്പം നോക്കുന്നു 2023-24 കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ജോയിൻറ്റ് സെക്രട്ടറി അദ്ദേഹം ഇവിടുത്തെ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് എഴുതിയ ഒരു ലെറ്ററുണ്ട് ഒക്ടോബർ മാസത്തിൽ. 2023-24 നമുക്ക് കിട്ടേണ്ട 900 കോടി രൂപ. ആ 900 കോടി രൂപയിൽ 150 കോടി രൂപയുടെ സാധന സാമഗ്രികൾ പോയിട്ട് ബാക്കി 650 കോടി രൂപ നമുക്ക് തരണം. ബാക്കി ആ പൈസ എന്ന് പറയുന്നത് അത് എഴുത്തള്ളി എന്നാണ് പറയുന്നത്. എങ്ങനെ എഴുത്തള്ളും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുന്നത് തന്നതാണെന്ന്. അപ്പം അത് കൃത്യമായി കണക്ക് കൊടുക്കാതെ എഴുതി തള്ളുന്ന കേസുകൾ അതുകൊണ്ടല്ല. അത് മാത്രമല്ല, ഈ കണക്കിലെ പൊള്ളത്തരങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്രമെന്ന് പറയുന്നുണ്ട് ഇവർക്കുള്ള ഇൻസെന്റീവ് അടക്കമുള്ള തുക കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് തന്നെ അന്ന് പറഞ്ഞ കാര്യം. അത് വേണമെങ്കിൽ ലെറ്റർ ഞാൻ അയച്ചു തരാം, രോഹിണിക്ക് അയച്ചു തരാം. ആ ലെറ്റർ ഇപ്പം തന്നെ അയച്ചു തരാം. ഞാൻ ഒരിക്കൽ സമയം തന്നെ ഇപ്പം തന്നെ അയച്ചു തരാം. എൻ്റെ ഉണ്ട്. ഞാനൊരു കാര്യം പറ്റേ, ഈ പൈസ കുറഞ്ഞിരുന്നാൽ പോലും 2000 രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് തരാനുള്ളത്. ആ സർക്കാരിൻ്റെ ആ പൈസ ഇല്ലെങ്കിൽ പോലും, തന്നിട്ടില്ലെങ്കിൽ പോലും ആശാവർക്കർമാർക്ക് കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ബഹുമാനപ്പെട്ട നമ്മളെ ഡോക്ടർ മേരി ജോർജിനെ അവർക്കറിയാം. ഇവരെന്ന് വെച്ചാൽ തൊഴിലാളികളല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ സർവീസ് സെക്ടർ.
ഈ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് അതിന് ഒരു പരിമിതിയുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ ആശാ വർക്കർ നേതാവ് പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് എല്ലാവരും പരിഗണിക്കുന്നുണ്ട്. നിങ്ങളിന്ന് പറഞ്ഞല്ലോ ഇന്നലെ വീണ ജോർജ് പോയത് പ്രദർശനത്തിനുമല്ല. അവർ ഒരു ആവശ്യത്തിന് പോയപ്പം അതിൻ്റെ കൂടെ നമ്മളെ ആരോഗ്യമന്ത്രിയും കൂടി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഇവർ ചർച്ച എത്രയും പെട്ടെന്ന് ഇവർ സമരത്തിൽ നിന്ന് പിൻവലിക്കണം, ഇവരെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് അത് തിരികെ വന്ന എങ്ങനെയാണ്? അല്ല, അങ്ങനെ പോകുന്ന വഴിക്ക് കയറി കാണാനാണോ കേന്ദ്ര ആരോഗ്യമന്ത്രി? അതല്ല, അവര് രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ഡൽഹിയിൽ പോയത്. ആദ്യം വ്യക്തമാക്കണ്ടേ? തിരുവനന്തപുരം വിമാനത്താവളം രണ്ടാവശ്യത്തിനാണ് ഞാൻ പോണെന്ന് പറഞ്ഞല്ലോ. ഡൽഹിയിൽ എത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നില്ല. എല്ലാ സ്ഥലത്തും വിളിച്ച പത്രസമ്മേളനം നടത്തി എന്തോന്ന് ഇത് പോണത്? അതാണ് ശരി, അതാണ് ശരിയായ നടപടിയല്ല. കൃത്യമായ പത്രസമ്മേളനം നടത്തി PR വർക്കുകൾ നടക്കുന്നുണ്ടല്ലോ യഥേഷ്ടം. അല്ലല്ല, അതൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇവർ സമരം, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ നമുക്ക് കിട്ടാണ്ട് ഒന്ന് തന്നാൽ അവർക്കുള്ള ഓണറേറിയം കൂട്ടാം. രണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും മറ്റേ സംയുക്തമായി നടത്തി അവർ ഓണറേറിയം ഇപ്പം നമ്മളെ ആശാ വർക്കർ പറയുന്നത് കേരളമാണ് ഇത് ഓണറേറിയം തരാനുള്ള ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ഞങ്ങളാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത് എന്ന് ഈ വർധനവ് മാത്രമേ ഉള്ളൂ. അല്ല വർധന ഞാൻ പറയട്ടെ, എവിടെയാണ് പോകാൻ ജോഗിനി പറയുന്നത്? ഉമ്മൻചാണ്ടി സർക്കാർ പോയപ്പോഴത്തേക്ക് ഇവർ 600 രൂപയാണ്. അപ്പം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമുക്ക് ഇത് ജോലി ചെയ്താൽ മതിയെന്ന്. ആ ജോലി ചെയ്യുന്ന മതി, അന്ന് 600 രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വർദ്ധിപ്പിച്ചാലാണ് ഈ ഇതല്ലേ പിണറായി സർക്കാരില്ലേ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ച് 7000 രൂപയ്ക്ക്. അത് ആരാണ്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആരാണ് അതൊക്കെയത്? അത് ഈ ഉമ്മൻചാണ്ടി പിണറായി സർക്കാരല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കും, 100% കൊടുക്കും. ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വേറെ മാസങ്ങളൊന്നുമല്ല, വളരെ നിയറസ്റ്റ് ചെയ്യുന്നതിന് ഇത് അവരെ പ്രശ്നം പരിഹരിക്കും, 100% പരിഹരിച്ചേ പോകാൻ പറ്റുള്ളൂ. ശരി, പക്ഷേ നമ്മുടെ സമരസമിതി അംഗം കൂടിയായ ശ്രീമതി രാജി പറഞ്ഞത് ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച 3 കാര്യങ്ങൾ പ്രധാനമായും 7,000-ൽ നിന്ന് 21,000 രൂപയാക്കുകയും പെൻഷൻ സ്കീമും വിരമിക്കൽ ആനുകൂല്യവും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ അത് ഉപാധിരഹിത ഓണറേറിയം ആയിരിക്കണം എന്നുള്ളതിലെ 5 നിബന്ധനകൾ മാത്രമാണ് പിൻവലിച്ചത്. അവിടെയും ഒരു കുരുക്ക് ഇവർക്ക് ഇട്ടിട്ടുണ്ട്. അതായത് 1000 രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്നവർക്ക് മാത്രമേ 3,000 രൂപ ഓണറേറിയത്തിലേക്ക് കടക്കൂ എന്നൊക്കെയുള്ള കുരുക്കുകൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിൽ മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. മറ്റു 3 കാര്യത്തിലും സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തൊരു സാഹചര്യം തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് എവിടെ ഈ നമ്മളെ ആശാവർക്കന്മാരിൽ നേതാവ് ഇപ്പോൾ ഇരിക്കാനല്ലോ, അവർ പറയിട്ട് എവിടെയെങ്കിലും ഓണറേറിയം അങ്ങനെ കുറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം. ഇപ്പോൾ ഇവരൊക്കെ ആ നിബന്ധന വെച്ച് നോക്കൂ. രോഗിനി പറയുമ്പോൾ 62 വയസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണം. അങ്ങനെ ഒരു നിബന്ധന എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവർക്ക് എത്ര കാലം വേണമെങ്കിൽ അവർക്ക് ആരോഗ്യമുള്ള കാലം അത്രയും ആശാവർക്കറുമായിട്ട് ജോലി ചെയ്യാം. നിങ്ങളൊന്ന് മനസ്സിലാവും. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 7,000 രൂപ തരുമ്പോഴത്തേക്ക് വേറെ മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന് അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവർക്ക് എന്ത് ജോലിയെങ്കിലും ഇതിൻ്റെ അത് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങള് അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. ഇല്ല നമുക്ക് മാറ്റിയാലും ജോലിക്ക് പോകാൻ സമയമില്ലല്ലോ. അതായിരിക്കും. അല്ല, അത് പറയുമ്പോൾ 100% ശരിയായിരിക്കാം. പക്ഷെ തിങ്കളാഴ്ച ഒരു വർക്കുണ്ട്, ചൊവ്വാഴ്ച ഒരു വർക്കുണ്ട്, ബുധനാഴ്ച ഡ്യൂട്ടിയുണ്ട്, വ്യാഴാഴ്ച വർക്കുണ്ട്, അല്ല വെള്ളിയാഴ്ച മാത്രം പ്രത്യേകിച്ച് വരില്ല. പക്ഷെ ശനിയാഴ്ച വീണ്ടും ആന്റിനേറ്റ് ഞങ്ങൾ ഈ ഇത്രയും വർക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വേറൊരു ജോലിക്ക് പോകുന്നത്? അല്ല, അങ്ങനെ നേരത്തെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അത് എടുത്ത് മാറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു നേരത്തെ, നിങ്ങൾ അത് പറഞ്ഞു അങ്ങനെ ഒരു നിബന്ധനയും കൂടി വച്ചിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഓണറേറിയത്തിലും കൂട്ടി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവരുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ അവർ ഇങ്ങനെ ഓവർ ടൈം ചെയ്ത് കാശുണ്ടാക്കട്ടെ എന്ന് അല്ലേ? അല്ല, അങ്ങനെ അല്ല, ആ രീതിയിലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ സർക്കാർ അങ്ങനെ ഒരു നിബന്ധന വെച്ചില്ല. കിടപ്പ് രോഗികളെ ഉൾപ്പെടെ ഇവർ പരിചരിച്ച് അവർ സാധാരണ നമ്മളോട് സംസാരിച്ച് ഒരുപാട് പേർ പറയാറുണ്ട് മലമൂത്ര വിസർജനം അടക്കമുള്ളത് ക്ലീൻ ചെയ്യുന്നത് ഇവരാണ്. അത്തരത്തിൽ ബുദ്ധിമുട്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി കുടുംബത്തോട് ഇരിക്കേണ്ട, മറ്റു ജോലിക്ക് പോയിക്കൊള്ളൂ എന്നാണ്. ആ ഉദ്ദേശത്തെ അല്ലല്ലോ അങ്ങനെയല്ല ഉദ്ദേശത്തെ പറഞ്ഞത്. ഇവർ നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ 7,000 രൂപ നമുക്ക് തരുമ്പം നമുക്കൊരു നിബന്ധന ഉണ്ടായിരുന്നു. ആ നിബന്ധന എടുത്ത് മാറ്റിയെന്നാണ് പറഞ്ഞത്. അല്ല, ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്.
അങ്ങനെ ആ നിബന്ധന നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് സമരത്തിന്റെ ഒരു ആവശ്യം തന്നെയായിരുന്നു. അല്ല, ഈ സാധാരണ ആ സമരത്തിന്റെ ഒരു ആവശ്യം അംഗീകരിച്ചു, അതാണ് പറഞ്ഞത്. അപ്പൊ ഈ സർക്കാർ അംഗീകരിക്കാതെ പോയിട്ടില്ല. അതാണ് മാഡം പറഞ്ഞത്. അത് ഇൻസെന്റീവിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. നമ്മൾ ഇൻസെന്റീവ് 3000 രൂപയുടെ ജോലി ചെയ്താലേ, പകുതി ചെയ്താലേ നമുക്ക് ഓണററിയും കിട്ടുള്ളൂ. അവിടെയും കുറയാണ്. അവിടെ ഇൻസെന്റീവിന്റെ വർക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കുറഞ്ഞായിട്ട് പറയും, ആർക്കും കുറഞ്ഞിട്ടില്ല. 7,000 രൂപയില് ഒരു ജോലി പോലും ചെയ്യാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ പറയും എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയണില്ല. എനിക്ക് 1ഉം 2ഉം കുറഞ്ഞ മാസങ്ങൾ എനിക്കുണ്ട്. നമ്മൾ ഇത് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്കറിയാം. നമുക്ക് വരുന്ന PDF എടുത്ത് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഈ 10 നിബന്ധനകളിൽ ഏതെങ്കിലും 1ഓ 2ഓ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ടാവുന്നുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. അത് ഈ ഡിസംബർ വരെയും ഈ ജനുവരി വരെയും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ പുതിയ നിബന്ധന വന്നതിന് ശേഷമുള്ളത് നമ്മളിപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയില്ല. ആ ഫെബ്രുവരി മുതൽ ഞങ്ങൾ ലീവിലാണ്. ഫെബ്രുവരി 9-ാം തീയതി വരെ മാത്രമേ ഞങ്ങൾ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ സമരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ നിബന്ധന വഴിയുള്ള ജോലി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതെ, തിരികെ ചർച്ചയിലേക്ക്. ശ്രീമതി മേരി ജോർജ്, ഒരു സമരം തുടങ്ങുന്നു. ഫെബ്രുവരി 10-ാം തീയതി സ്ത്രീകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു സമരമാണ്. ആദ്യത്തെ ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് തന്നെ അത് രാഷ്ട്രീയ പ്രേരിതമെന്നും ബക്കറ്റ് പിരിവെന്നും പണപ്പിരിവെന്നും പാട്ടസമരമെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയുണ്ടായി. തുടർന്ന് പിന്നീട് അങ്ങോട്ട് നമ്മൾ അധിക്ഷേപത്തിൻ്റെ പല സ്വരങ്ങളും കണ്ടതാണ്. പൊതുസമൂഹത്തിൽ പറയാൻ പോലും മടിക്കുന്ന വാചകങ്ങളാണ് പലരും CITU നേതാവടക്കം പറഞ്ഞത്. ഏറ്റവും ഒടുവിലായി അവർക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ചർച്ചയ്ക്ക് വിളിക്കുന്നു, എന്നിട്ടും ഒരു തീരുമാനവുമാകാതെ പിരിയുന്നു. എന്തുകൊണ്ടാണ് ഈ സമരം 40-ാം ദിവസത്തിലേക്ക് കടക്കുന്നത്? 40 ദിവസം പിന്നിടുകയാണ്. ഈ സമരത്തെ അവർക്കൊരു സമവായത്തിൽ എത്തിക്കണം എന്നെങ്കിലും തോന്നാത്തത്? നേരത്തെ രോഹിണി സൂചിപ്പിച്ച ആ രീതി, അതായത് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു ആരോഗ്യമന്ത്രി തന്നെ, ചർച്ച കഴിഞ്ഞ് അത് തികഞ്ഞ പരാജയമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ചർച്ചയിൽ നിന്ന് തിരിച്ചു വരുന്നു. എന്നിട്ട് മീഡിയയുമായി സംസാരിക്കുമ്പോൾ ചർച്ചയ്ക്ക് പോയ ആശാ വർക്കർമാര് സംസാരം അവസാനിപ്പിക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും അതിന്റെ വിങ്ങല് അവശേഷിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതം അത്ര കടുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ആനപ്പുറത്തിരിക്കുന്നവന് കാൽനട യാത്രക്കാരന്റെ ദുരിതം അറിയുകയില്ലല്ലോ, ബുദ്ധിമുട്ട് അറിയുകയില്ലല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഗവൺമെന്റിൽ വിലസുന്ന ആർക്കും തന്നെ ഈ ആശാ വർക്കർമാര് അവരെ ആശയേറ്റ് നാട് മുഴുവനും നടന്ന് കഷ്ടപ്പെടുകയാണ്, അലയുകയാണ്. അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ടുള്ള അലച്ചിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അലഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരു കൈ സഹായം കിട്ടിയേ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു സമരത്തിലേക്ക്, ആശയറ്റാണ് സമരത്തിലേക്ക് ആരും വരുന്നത്. ആരും സന്തോഷത്തോടു കൂടി സമരത്തിലേക്ക് പോകില്ല. നോക്കുകൂലി ചോദിക്കുന്നത് പോലെ അല്ല സമരത്തിലേക്ക് കുടുംബിനികൾ വന്നെത്തുന്നത്. ഈ ആശാ വർക്കർമാരൊക്കെ കുടുംബിനികൾ കൂടിയാണ്. അപ്പൊ അവരുടെ തൊഴില്, അതോടൊപ്പം അവരുടെ കുടുംബം, ഇത് രണ്ടും മാറ്റി വെച്ചുകൊണ്ടാണ് അവർ ഈ തൊഴിലിന്, ഈ സമരത്തിന് വേണ്ടി വന്നത്. ഇപ്പൊ നമുക്ക് 232 രാജി നേരത്തെ സൂചിപ്പിച്ച് 232 രൂപ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാരണവശാലും ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവര് പകൽ അന്തിയോളം ജോലി ചെയ്യുകയാണ്. അപ്പൊ ഇവരുടെ കുടുംബത്തിന് കിട്ടേണ്ട സംരക്ഷ, രോഹിണിയും ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീകൾക്ക് സാധാരണ സ്വന്തം കുടുംബത്തിൽ തന്നെ എന്തുമാത്രം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് ഉത്തരവാദിത്തമുള്ള ഏത് സ്ത്രീക്കും മനസ്സിലാകും. അങ്ങനെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ അവർ രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് നിറവേറ്റിയതിന് ശേഷമാണ് രാവിലെ അവരുടെ ജോലിക്ക് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്. കാരണം രാവിലെ തന്നെ കിടപ്പ് രോഗികളെ പോലെയുള്ളവർക്കൊക്കെ രാവിലെ തന്നെ കിട്ടേണ്ട ശുശ്രൂഷ, മരുന്ന്, ഇതൊക്കെ കാണും. ഇതൊക്കെ സമയാസമയം കൊടുക്കുന്നതിന് വേണ്ടി ആണ് അവരിങ്ങനെ നടന്ന് ജോലി ചെയ്യുന്നത്. അപ്പൊ നേരത്തെ സംസാരിച്ച ആള് പറഞ്ഞല്ലോ, അതായത് UPA കാലത്ത് 600 രൂപയായിരുന്നു ഓണറേറിയം എന്ന്. അന്ന് അവർക്ക് ഇഷ്ടമുള്ള ജോലിക്ക് പോകാമായിരുന്നു. അന്ന് ഈ ഒരു നാട് മുഴുവനും, ഒരു പ്രദേശം മുഴുവനും ഒരു ആശയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തിരുന്നത്.
മറ്റു ധാരാളം അവർക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. അന്ന് അവർ വോളണ്ടിയർ സർവീസ് ആണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ വോളണ്ടിയർ സർവീസ് അല്ല ചെയ്യുന്നത്. കാരണം ഇപ്പോ ടൈം ബൗണ്ട് ആയിട്ട് അവർക്ക് ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടാണ് അവരുടെ തൊഴില്. വേറെ ഒരു തൊഴിലിനും പോകാൻ പാടില്ല എന്നാണ് നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന. അതുകൊണ്ട് തന്നെ ഇതിൽ അവർ 100% കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യണം. അപ്പോ വേറെ ഒരു വരുമാന മാർഗത്തിനും മാർഗത്തിൽ നിന്ന് മാത്രമല്ല ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ അധ്വാനിക്കേണ്ടി വരുന്നത് കൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇവര്. അപ്പോഴാണ് ഈ പറയപ്പെട്ട 232 രൂപയ്ക്ക് ജോലി ചെയ്യണമെന്ന അവസ്ഥ വരുന്നത്. അത് ശരി, നമ്മളത് കണ്ടു. നേരത്തെ തന്നെ രോഹിണി പറഞ്ഞതുപോലെ അവരെ ഏതെല്ലാം തരത്തിലാണ് നേതാക്കന്മാര് ആക്ഷേപിക്കുന്നത്, കൃമിയെന്നും കീടമെന്നും ഒക്കെ വിളിക്കുന്ന ആ രീതി ഒക്കെ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ, മഴ പെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് ഒരു മേലാപ്പ്, ഒരു പ്ലാസ്റ്റിക് മേലാപ്പ് അതുപോലും പോലീസിനെ കൊണ്ട് വലിച്ചു മാറ്റിക്കുന്നു. തലയിൽ ചൂടിയിരുന്ന ആ ഷീറ്റ് പോലും അവരെടുത്ത് മാറ്റിക്കുന്നു. എത്ര ക്രൂരമായിട്ട്, മാനുഷിക പരിഗണന പോലും ഇല്ലാതെയാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. ഇതൊക്കെ സ്ത്രീകളോടാകാം, എന്തും സ്ത്രീകളോടാകാം എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ധിക്കാരം, അതാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കാണിക്കാതിരിക്കാൻ, അതായത് ഒരു മാതൃഹൃദയമെങ്കിലും ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രിക്ക് എങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരിങ്ങനെ ചെയ്യുമായിരുന്നു എന്ന്. ഇതുപോലെ അവരുടെ ഈ മഴ നനയാതിരിക്കാനുള്ള സംവിധാനം ഇല്ലാതെയാക്കുക. അതുപോലെ അവര് പൊരി വെയിലത്താണ്. ഇപ്പോ നമുക്ക് AC റൂമിൽ ഇരുന്നാൽ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള പൊരി വെയിലാണ്. ആ സമയത്താണ് ഈ പാവപ്പെട്ട സ്ത്രീകള് ഇങ്ങനെ 40-ാം ദിവസം 41-ാം ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അവരുടെ ആവശ്യം അത്ര കഠിനമാണ്. അതുകൊണ്ടാണ് ദൃഢപ്രതിജ്ഞയോടുകൂടി അവർ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞാൻ കണ്ടു ആ സമരപന്തലിൽ ചെന്ന് ഇന്നലെ മുതൽ നിരാഹാരം അനുഭവിക്കുന്ന ആ 3 വനിതകളെ. അവര് 3 ഇന്ന് തന്നെ ക്ഷീണിതരാണ്. കാരണം പൊതുവെ അത്ര ആരോഗ്യവതികളല്ല ഇവരാരും. ഈ ഓടി നടപ്പിനിടയ്ക്ക് സ്വന്തം ആരോഗ്യമോ ഒന്നും നോക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇപ്പോ ഈ പറഞ്ഞതുപോലെയുള്ള നിരാഹാര സമരത്തിലേക്ക് പോയിരിക്കുന്നത്. അത് കണ്ട് ആസ്വദിക്കുന്നവർ ഉണ്ടാകാം ഭരണ തലപ്പത്ത്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണ്, ഇവിടുത്തെ ധനപ്രതിസന്ധിയുടെ ഒരു കാരണമല്ല ആശാവർക്കർമാര് അതായത് ഇവിടുത്തെ ഏറ്റവും അതായത് അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം പോലെയാണ് 60+ കാണുന്നത്. ആ 60+ വേണ്ടിയും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയുമാണ് സേവനം ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം അന്യൂനമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആശാവർക്കർമാര് അവരെ ന്യായമായ കൂലിയല്ലാതെ ഒന്നും ചോദിക്കുന്നില്ല. 21,000 രൂപ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് 700 രൂപ ഒരു ദിവസം എന്ന് പറയുന്നത് ഏറ്റവും മാന്യമായ, അതായത് മിനിമമായ കൂലിയാണ്. പ്രിയപ്പെട്ട രോഹിണി, നമ്മൾ ഓർക്കണം, ഇവരിങ്ങനെ പറയുമ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000 ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഡീസന്റ് ജോബ്. ആ ഡീസന്റ് ജോബിന് അവര് പറയുന്നത് മാന്യമായ വേതനമാണ്. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ് മാന്യമായ വേതനം? ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അതായത് ആഹാരവും വസ്ത്രവും ഒക്കെ ആയിട്ട് കഷ്ടിച്ച് തരക്കേടില്ലാത്ത ജീവിതം കഴിക്കാനുള്ള വേതനം. അത് 700 രൂപ പോരാ, കേരളത്തിൽ അത് 700 പോരാ. എങ്കിലും ഈ ആശാ വർക്കർമാർ 700-ൽ അത് നിലനിർത്തുന്നു, മതി എന്ന് പറയുന്നു. അത് ഈ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി കണ്ടിട്ടാകാം 700 മതി എന്ന്. അതേസമയത്ത് അന്യ സംസ്ഥാന തൊഴിലാളി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1250 രൂപയാണ് കൂലി ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിലും എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ കൊടുത്തതാണ് 1250 രൂപ. വന്ന് ഏതാനും മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു. അത് ഈ ആശാ വർക്കർമാരെ പോലെ രാവിലെ മുതൽ രാത്രി വരെയല്ല ജോലി ചെയ്യുന്നത്. എന്നിട്ട് പോലും 1250 രൂപ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നിടത്താണ് 700 മതി എന്ന് അവര് സമരസപ്പെട്ട് സമാധാനത്തോടു കൂടി ചോദിക്കുന്നത്. അതുപോലും കൊടുക്കില്ല എന്ന് പറയുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ധനപ്രതിസന്ധിയുടെ ഒക്കെ ഉത്തരവാദിത്തം ഈ ആശാ വർക്കർമാരാണോ? അല്ല.
അവർക്ക് ഉത്തരവാദിത്വമില്ല, അതായത് വകമാറ്റി ചെലവഴിക്കുന്നു, CAG എന്തൊക്കെ വിമർശനമാണ് ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഓരോ വകുപ്പിനും കിട്ടുന്ന ഫണ്ട് ആ വകുപ്പിന് ചെലവഴിക്കാതെ അത് വകമാറ്റുന്നു. വകമാറ്റി എങ്ങോട്ട് പോകുന്നു നമുക്കറിയാം. മുഖം മിനുക്കാനായിട്ടുള്ള PR വർക്കിന് വേണ്ടിയും മറ്റതുപോലെ അതായത് നമുക്കറിയാം കേരളീയം പോലെയുള്ള മാമാങ്കങ്ങൾക്ക്, നവകേരള സദസ് പോലെയുള്ള മാമാങ്കങ്ങൾക്ക് ഇതിനൊക്കെയാണ് പണം ചെലവഴിച്ച് ദൂർത്തടിക്കുന്നത്. മറ്റൊരു കേരള യാത്രയ്ക്ക് കൂടി പരിപാടി ഇടുന്നുണ്ട് എന്തായാലും. അതെ, അത് ശരിയാണ്. അങ്ങനെ ധൂർത്തടിയുടെ ഒരു കേളികൊട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ് അതിസാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികളോട് ഈ തരത്തില് മുഖം തിരിച്ചു നിൽക്കുന്നത്. അതെ, ആരോഗ്യമന്ത്രിയും ഒരു സ്ത്രീയാണ്. അത്താഴ വിരുന്നിൽ തീന്മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോഴെങ്കിലും പട്ടിണി പാവങ്ങൾ ആ തെരുവിൽ കിടപ്പുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി എന്നുപോലും ഓർക്കാനുള്ള ഒരു മനസ്ഥിതി അവരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, കേന്ദ്രമാണ് എല്ലാത്തിനും കാരണം. കേന്ദ്രം തുക നൽകാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് ഈ ഗതി എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പതിവ് പോലെ ഇങ്ങനെ വിലപിക്കുന്നത്. തീർച്ചയായും ഇത് കേന്ദ്രം ആശാവർക്കർമാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ കേന്ദ്രമാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലമായിട്ട് ഈ സംസ്ഥാന സർക്കാർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്രമില്ലാതെ ഞങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെങ്കിൽ സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ഈ സംസ്ഥാന സർക്കാർ പിരിച്ചുവിട്ടിട്ട് ഇവിടുത്തെ ഭരണം കേന്ദ്രത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും പിണറായി വിജയൻ ഏറ്റവും നല്ലത്. കാരണം ഈ ആശാവർക്കർമാരുടെ സമരത്തോടു കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ചില സംഗതികൾ ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ അതിനെ ശ്ലാഘനീയമായിട്ടാണ് കാണുന്നത്. ഈ ആശാ വർക്കർമാരുടെ സമരം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ എന്താണ് കേന്ദ്രം എടുക്കുന്ന നിലപാടെന്നും സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും കൃത്യമായിട്ട് പബ്ലിക്കിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നാമത് നമുക്കറിയാം, ഇവർ ആദ്യം പറഞ്ഞു കേന്ദ്രം NHM വിഹിതത്തിനകത്ത് ഒരു 100 കണക്കിന് കോടി രൂപ തരാനുണ്ടെന്ന്. പിന്നീട് പാർലമെന്റിനകത്ത് ആദരണീയനായിട്ടുള്ള ആരോഗ്യമന്ത്രി നൽകിയിട്ടുള്ള കണക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു 1 രൂപ പോലും NHM വിഹിതത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാർ നൽകാനില്ല. രണ്ടാമത് ഇവർ പറയുന്ന ഒരു കാര്യം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ഇവരുടെ ന്യായമായിട്ടുള്ള ആശാവർക്കർമാരുടെ ആവശ്യം പാർലമെന്റിനകത്ത് ചർച്ച വന്ന സമയത്ത് ആദരണീയനായിട്ടുള്ള JP നദ്ദ ആരോഗ്യമന്ത്രി പറഞ്ഞു അത് ഞങ്ങൾ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 14 തീയതി നടന്ന NHMന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് വിജ്ഞാപനമായിട്ട് പുറത്തിറക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതല്ല കേന്ദ്രത്തിന്റെ നിലപാട്. ഇവിടെ എന്തിനാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്? ഓണറേറിയത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓണറേറിയത്തിന് 21,000 രൂപ എന്ന് പറയുന്ന ഒരു സംഖ്യ, ഈ മാന്ത്രിക സംഖ്യ ഒന്നുമല്ല. സാധാരണ ഒരു കുടുംബത്തിന് കേരളത്തിൽ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാന അനുവാദത്തിൽപ്പെട്ട ഒരു ആൾക്ക് പട്ടിണി കിടന്ന് മുന്നോട്ട് പോകാതിരിക്കാനുള്ള നാമമാത്രമായ സംഖ്യയാണ് 21,000 രൂപ. ഇവിടുത്തെ 2.5 ലക്ഷം രൂപ കൊടുക്കും, 2 ലക്ഷം മേടിക്കുന്ന 3 ലക്ഷം മേടിക്കുന്ന PSC അംഗം ഇവിടെ ഉണ്ട്. 1 ലക്ഷത്തിലധികം ശമ്പളമുള്ള മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ 700 രൂപ കൂലിക്ക് വേണ്ടിയിട്ടാണ് ഇവർ തെരുവിൽ ഇറങ്ങി എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 21,000 രൂപ എന്ന് പറയുന്ന വാഗ്ദാനം നൽകിയത് കേന്ദ്രമല്ല, സത്യത്തിൽ ആരായിരുന്നു? കഴിഞ്ഞ 2016 പ്രകടന പത്രികയിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഉറപ്പാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 21,000 രൂപ ഞങ്ങൾ ഉറപ്പുവരുത്തും ഓണറേറിയം വിഹിതത്തിൽ. അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ വിഹിതം ചോദിക്കാനുള്ള അവകാശം ഈ ആശാവർക്കർമാർക്കുണ്ട്. ആ അവകാശങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇവരെ തൊഴിൽപരമായിട്ട് ഇവരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴാണ് ഇവർ സമരത്തിനിറങ്ങുന്നത്. 10ഓളം നിബന്ധനകൾ വെക്കുന്നു. നിബന്ധനകൾ വിധേയമായിക്കൊണ്ട് പണം ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ഒരു ആശാവർക്കർ അതിനായിട്ടുള്ള നമ്മുടെ ആ ഒരു ആശാവർക്കർ പറഞ്ഞു, ഈ പാനലിസ്റ്റ് ആയിട്ടുള്ള ആശാവർക്കർ പറഞ്ഞു 7,000 കുറഞ്ഞ പണം കിട്ടിയിട്ടുള്ള മാസങ്ങളുണ്ടെന്ന്. അങ്ങനെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നു തൊഴിൽപരമായിട്ട്. രണ്ടാമത് മുടങ്ങിക്കിടക്കുന്ന 3 മാസം മുടങ്ങിക്കിടക്കുന്ന പണം. ഇവർ ആദ്യമായിട്ട് സമരത്തിന് വരുന്നത് 21,000 രൂപ കൂട്ടാനല്ല, 3 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഇവരുടെ പണം കിട്ടണം. ഇവരുടെ കുട്ടികൾക്കും മക്കൾക്കും ഇവരുടെ കുടുംബത്തിനും കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യം, ആ അവകാശം ചോദിച്ചപ്പോഴാണ് ഈ ആശാവർക്കർമാർ വലിയ പ്രശ്നക്കാരായിട്ട് ഇപ്പൊ സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇപ്പോൾ 25,000 വരുന്ന ആശാവർക്കർമാരോട് അവർ പറഞ്ഞ നാമമാത്രമായിട്ടുള്ള ആളുകളാണ് അവിടെ സമരം ചെയ്തത്. അങ്ങനെ നാമമാത്രമായ ആളുകൾ സമരം ചെയ്തതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഈ കുടിശ്ശിക മുഴുവൻ കിട്ടിയതിന്റെ ഗുണഭോക്താക്കൾ 25,000 വരുന്ന ആശാവർക്കർമാരാണ്. അപ്പൊ 25,000 വരുന്ന ആശാവർക്കർമാരുടെ കമ്മ്യൂണിറ്റി ഹൃദയം കൊണ്ടാണ് ഈ സമരത്തെ സ്വാഗതം ചെയ്തത്. ഇത് സർക്കാരിന് മാത്രമാണ് പ്രശ്നം.
സമരം ചെയ്യുന്നത് നമുക്കറിയാം. പ്രത്യേകമായ ഒരു രാഷ്ട്രീയ ലേബലിന്റെ പേര്. ഇന്ന് ഗോവിന്ദൻ പറയുന്നത് മഴവിൽ സഖ്യമാണ്. മഴവിൽ സഖ്യമൊന്നുമല്ല, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി, കുടുംബത്തെ നോക്കാൻ വേണ്ടി ഒരു പറ്റം അമ്മമാരാണ് അവിടെ സമരം ചെയ്തത്. പല ബാഹ്യ സംഘടനകളും അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടാവും. BJPയുടെ ശക്തമായ പിന്തുണ ഉണ്ട്. കാരണം അവരുടെ ന്യായമായ അവകാശമാണ്. അങ്ങനെ ന്യായമായ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മറ്റു പ്രതിപക്ഷ സംഘടനകളുടെ ഉത്തരവാദിത്തമാണ് ആ ന്യായമായ സമരത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത്. കേരളത്തിന്റെ പൊതുസ്ഥിതി അങ്ങനെയാണ്. ഇപ്പൊ പ്ലാച്ചിമട സമരമായിക്കോട്ടെ, ചെങ്ങറ സമരമായിക്കോട്ടെ, എൻഡോസൾഫാൻ സമരമായിക്കോട്ടെ, കേരളത്തിന്റെ സമരഭൂമികയുടെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പൊ പ്രത്യക്ഷമായിട്ട് അത് വലിയ വലിയ ആളുകളൊന്നുമല്ല സമരമായിട്ട് മുന്നോട്ട് വന്നത്. പക്ഷെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. ഓണറേറിയമാണ് ഇവിടുത്തെ വിഷയം. ഓണറേറിയം കൊടുക്കാം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പൊ നമ്മുടെ ഒരു ധാരണ ഉണ്ട്, ഈ ഓണറേറിയം വിഹിതം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നോ ഫണ്ട് നിന്നോ അല്ല, NHM വിഹിതത്തിൽ നിന്ന് തന്നെയാണ് ഈ ഓണറേറിയവും കൊടുക്കുന്നത്. പക്ഷേ NHM വിഹിതത്തിൽ ഓണറേറിയം കൊടുക്കാതെ NHM വിഹിതം വക മാറ്റുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്. ഈ പലപ്പോഴും ഇവരെ ഇൻസെന്റീവും ഈ ശമ്പളവും മുടങ്ങാനുള്ള, ഓണറേറിയം മുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ ഓരോ പാദത്തിനകത്തും കൃത്യമായിട്ട് ഇവിടെ NHM വിഹിതം കേരളത്തിന് ലഭിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കില്ല. നമുക്കറിയാലോ, NHM വിഹിതം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയുടെ അവിടുത്തെ പരിവർത്തനത്തിനും ആരോഗ്യ മേഖലയുടെ സുരക്ഷിതത്തിനും ഈ ജനങ്ങളുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ്. ഈ പണം മുഴുവൻ മറ്റൊരു മേഖലയിലേക്ക് ചെലവഴിക്കുന്നു. കണക്ക് ചോദിക്കുന്ന സമയത്ത് കണക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ കണക്ക് ചോദിക്കുന്നതാണ് പ്രശ്നം. 4 പാദങ്ങളായിട്ടാണ് ഈ NHM വിഹിതം കേരളത്തിൽ ലഭിക്കേണ്ടത്. എത്ര പാദത്തിലെ കണക്ക് കൊടുത്തിട്ടുണ്ട്? ഇപ്പോഴും പറയുന്നു 101 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കേന്ദ്രം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കോ ബ്രാൻഡിംഗ് നടപ്പിലാക്കണം. കാരണം എന്തായിരുന്നു? നമുക്കറിയാം, ഇപ്പോൾ ആയുഷ്മാൻ മന്ദിർ എന്നാണ് പേര്. സാധാരണ നമ്മൾ ഹെൽത്ത് സെന്ററിന്റെ പേരിന് ആയുഷ്മാൻ മന്ദിർ വെക്കുന്നത് എന്താണ് പ്രശ്നം? അപ്പൊ പറയണം, മന്ദിർ എന്ന പേര് കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പരിച്ഛേദനത്തിന് പ്രശ്നമാണ്, അത് ഞങ്ങൾ വെക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പല പദ്ധതികളിലും. അവലെ ആരോഗ്യമാണ് സർവ്വധലാൽ പ്രധാനം എന്നുള്ള ഒരു വാക്ക് വെക്കണമെന്ന് പറഞ്ഞു. ആ വാക്ക് കേരളത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് മുടക്കുന്നു. ഇതാണ് കേരളത്തിന്റെ പ്രശ്നം. അപ്പൊ കേന്ദ്രമാണോ? ഇപ്പൊ 1080 കോടി രൂപ NHM വിഹിതത്തിലെ കേന്ദ്രത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നൽകുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ ഉണ്ട്. ഇൻസെന്റീവ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ 62 വയസ്സാക്കാൻ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. മൊബൈലും അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രികൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടറുകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ കാലാനുസൃതമായിട്ടുള്ള ഇവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റത്തിന് തന്നെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത്. കാരണം ഈ പദ്ധതി ആരംഭിച്ചത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതി ആരംഭിക്കാനുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാർലമെന്റിന്റെ അകത്ത് കൃത്യമായി തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് ന്യായമായിട്ടുള്ള ചില സേവന വ്യവസ്ഥകൾ കിട്ടും. അതിനുള്ള പരിവർത്തനത്തിന്റെ പാതയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും നോക്കൂ, ആരോഗ്യമന്ത്രി ഇപ്പൊ കപടനാട്യത്തിന്റെയും വഞ്ചനയുടെയും ഒരാൾ രൂപമായിട്ട് നമ്മുടെ വീണ ജോർജ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് ഈ ആശാ വർക്കർമാരുടെ ചെലവിൽ പോയിട്ട് ഡൽഹിയിൽ പോയി വരണം, അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? വച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ കുപ്രചരണം നടത്തി, വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? അവിടെ അവർ ആരെ കാണാനാണ് പോയിട്ടത്? കേദാസന്റെ അനുചരന്മാർ, ഇവിടെ കേദാസന്റെ പിന്നണി ആളുകൾ അവിടെ പോയത് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി കണ്ടു കഴിഞ്ഞാൽ കേരളത്തിന്റെ പട്ടിണി മാറുമോ? കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ പ്രശ്നം മാറുമോ? ആശാ വർക്കർമാരുടെ പ്രശ്നം മാറുമോ? ഇവിടെ ആശാ വർക്കർമാരെ പട്ടിണിക്കിട്ടുകൊണ്ട് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴം ഉണ്ണാൻ പോയിട്ടുള്ള ഈ ആരോഗ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. അവർക്ക് സത്യത്തിൽ അവരുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുകയാണ്, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവർ അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ആ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തിന് ഇത് വാർത്ത ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകരോട് കയർക്കാനുള്ള ആർജവവും ഊർജവും ഒക്കെ അവർക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തിരികെ ചർച്ചയിലേക്ക്. ശ്രീമതി രാജി, ഇന്ന് പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ്, വർദ്ധിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസത്ത് സംസ്ഥാന ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും ഒരുക്കും എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം വലിച്ചു നീട്ടിയ ഈ സമരം, സർക്കാരിൻ്റെ അനാവശ്യ പിടിവാശി മൂലം വലിച്ചു നീട്ടിയ സമരം, ഇനിയും ഇത് തുടരുമോ എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കാരണം നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്രമോ കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവോ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു ചർച്ചയ്ക്ക് പോലും അതിന് തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴി പറയുകയും കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചാലും സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്ന് കരുതുന്നുണ്ടോ? അവർ സർക്കാർ തന്നെ അത് തീരുമാനിക്കണം. നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. നമ്മൾ ഇത്രയും ദിവസം 40 ദിവസം പിന്നിടുന്ന ഈ അവസ്ഥയിലും ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഒരു നിബന്ധനകളും ഒരു ചർച്ചകളും ഇതുവരെ സർക്കാർ നമ്മുടെ മുന്നേ വച്ചിട്ടില്ല.
ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നതും എന്ന് ഞങ്ങൾക്കറിയില്ല. ഇൻസെൻറ്റീവ് ഇപ്പം 2000 എന്നുള്ളത് 3000 രൂപ ആക്കിയിട്ടുണ്ട്. നമ്മൾ കേന്ദ്രത്തിലും ഞങ്ങൾ സമരം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. 2019 നമ്മുടെ ഈ യൂണിയൻ തന്നെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ ഞങ്ങൾ പോയി സമരം ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഈ സമരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ എവിടെയാണോ നേടാൻ പറ്റുന്നത് അവിടെയെല്ലാം ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഈ മുടങ്ങിക്കിടക്കുന്ന വേതനങ്ങളെല്ലാം കിട്ടുന്നത് 3-4 മാസം കൂടുമ്പോൾ ഞങ്ങൾ സമരം ചെയ്താണ് വാങ്ങുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഈ ജനുവരിയിലെ പൈസ ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 3-4 മാസം കൂടുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ആ സമയമൊക്കെ ഞങ്ങൾ പൈസ 2 മാസം പെൻഡിങ് ആകുമ്പോൾ തന്നെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. സമരം ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പൈസ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അവർ എന്താണ് തീരുമാനമെന്ന് ഞങ്ങളുടെ ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ 18 വർഷം ജോലി ചെയ്തിട്ട് ഈ 62 വയസ്സാകുമ്പോൾ വിരമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒന്നുമില്ലാതെ ഈ 18 വർഷം ജോലി ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ഈ നമ്മുടെ സർക്കാരിന് വേണ്ടി സേവനം ചെയ്തിട്ട് 1 രൂപ പോലും ഇല്ലാതെ ഇറങ്ങിപ്പോകുന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പോഴും 60 വയസ്സ് 62 വയസ്സായവർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പിരിച്ചുവിടാത്ത എന്താണ്? പിരിച്ചുവിടാൻ ഈ പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ പിരിച്ചുവിടാത്തത്. നമ്മൾ പിടിക്കുന്നില്ല. ഞങ്ങൾ ഈ 62 വയസ്സായാലും ഞങ്ങൾ ജോലി മതിയാക്കി പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ആ ആവശ്യം അംഗീകരിക്കണം. 62 വയസ്സിൽ വിരമിക്കുമ്പോൾ ഒന്നുമില്ലാതെ ഈ 18 വർഷം ജോലി ചെയ്തിട്ട് ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോവാൻ ഞങ്ങൾക്ക് പറ്റില്ല. പൈസ ചോദിക്കുമ്പോൾ ഞങ്ങൾ വോളണ്ടിയറും ജോലിക്ക് ഞങ്ങൾ തൊഴിലാളികളുമാണ്. പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, എന്തായാലും ഈ സമരം അതുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ, അതായത് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടർന്നു പോകാൻ തന്നെയാണോ തീരുമാനം? കാരണം പലപ്പോഴും ആശാവർക്കർമാർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് മരണം വരെ സമരം, അവകാശം നേടിയെടുക്കുന്നത് വരെ സമരം, കാരണം ഇത് അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് എന്നുള്ളത്. ആശാവർക്കർമാരുടെ സമരസമിതി ആ നിലപാടിൽ ഉറച്ചു തന്നെയാണോ നിൽക്കുന്നത്? ഉറച്ചു തന്നെയാണ്. നമ്മൾ അവിടെ മീറ്റിംഗ് കൂടി ഞങ്ങൾ അവരുടെ മാത്രം തീരുമാനമില്ല, ഞങ്ങളുടെ ആശാ വർക്കേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് ആണ് ഞങ്ങൾ ഓരോ ഘട്ടവും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് ഇത്. എപ്പോൾ നമ്മൾക്ക് നേടിയെടുക്കുന്നു അതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും ഇല്ല. ശരി, ശ്രീ സതീഷ് വസന്ത്, അവരുടെ തീരുമാനം ഇവിടെ വ്യക്തമാണ്. കള്ളത്തരത്തിനും പൊള്ളയായ കണക്കുകൾക്കും ഒന്നും പ്രസക്തിയില്ല, അഭിനയത്തിനും പ്രസക്തിയില്ല. കാരണം വീണ ജോർജ് ഈ 2ാം വട്ട ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം ദില്ലിക്ക് പോകുന്നതിന് മുൻപ് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് സമരസമിതി നേതാക്കൾക്ക് കൊടുത്തുവിട്ട ഒരു കുറിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാ വാർത്താ ചാനലുകളിലും കണ്ടതാണ്. അത് വായിച്ചപ്പോൾ എൻ്റെ ആശമാരെ നിങ്ങൾ സമരം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ആശമാരെല്ലാവരും കൂക്കി വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർക്കത് അങ്ങനെ പ്രതികരിക്കാൻ തോന്നിയത് എന്നുള്ളത് തന്നെ വ്യക്തമാകുകയാണ്. സർക്കാർ ഇനിയെങ്കിലും അനുകൂലമായ ഒരു നടപടിയിലേക്ക് കടക്കണം, അവരുടെ കണ്ണു തുറക്കണം, അല്പമെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കണം എന്ന് കരുതണ്ടേ? രോഹിണി, ഇപ്പം ബഹുമാനപ്പെട്ട നമ്മളെ ആശാവർക്കറിൻ്റെ നേതാവ് ലത പറഞ്ഞു കഴിഞ്ഞു. അവർ പാർലമെൻറ്റ് 2019 ഇതിനു വേണ്ടി ഈ ഇൻസെൻറ്റീവ് കൂടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം നടത്തി. എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ? വല്ലതും ചെയ്തു. ഈ ചുമ്മാ വന്ന് ഷോ എന്ന് കാണിക്കല്ലേ. അല്ല, ഞാൻ പറഞ്ഞത് അത് രാജി ഉറക്കെ പറയൂ. എന്തിനാണ് ഭയക്കുന്നത്? ഉറക്കെ പറയൂ. ആ സമരത്തിൽ നിന്ന് നേടിയെടുത്തതാണ് ഈ തുക എന്ന് ഉറക്കെ പറയൂ. ഫിക്സ്ഡ് ഇൻസെന്റീവ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ എത്ര രൂപയാണ്? അപ്പം മറുപടി ഉണ്ടോ ശ്രീ സതീഷ്? ചോദിച്ച ചോദ്യം അതാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. ഇൻസെൻറ്റീവായിട്ട് അവർക്ക് അത് ഇൻസെൻറ്റീവായിട്ടാണോ ഈ ഓണറേറിയത്തിൻ്റെ കൂടെ തന്നെയാണോ? പറയൂ. രണ്ടും രണ്ടാണ്. അല്ല, ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞ ഈ 2000 രൂപ ഇൻസെൻറ്റീവായിട്ട് തന്നപ്പോഴത്തേക്കും അത് ഏതെങ്കിലും ഒരു നിബന്ധന വെച്ചിട്ടല്ലേ ഇൻസെൻറ്റീവായിട്ട് തന്നെ. നിങ്ങൾക്ക് ഇൻസെൻറ്റീവും രണ്ടാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു. ഓണറായിട്ട് ബഹുമാനപ്പെട്ട ഇപ്പം BJP വക്താവ് പ്രിൻറ്റു മഹാദേവ് പറഞ്ഞു. അദ്ദേഹം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് NHMൻ്റെ ഇതാണ്. NHMൻ്റെ വഴി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത NHM വഴി നമ്മൾ കൊടുക്കുന്നതിന് ഓണറേറിയം കൊടുക്കുന്നത് 100% ശരിയാണെന്നേ. അത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഇതാണ് ആശ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അത് 100% നിങ്ങൾ പറഞ്ഞത് തന്നെ കറക്റ്റ്. അപ്പം ഈ അദ്ദേഹം പറഞ്ഞ എന്താണ് 2023-24 നമുക്ക് തന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് തന്നിട്ടില്ല?
അത് ലാപ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒക്ടോബർ മാസത്തിൽ വന്നിട്ടുള്ളത്. ആ ലാപ്സ് എങ്ങനെ ആയത് ബഹുമാനപ്പെട്ട പ്രിന്റ് പറഞ്ഞു. അതിൻ്റെ പേര് മാറ്റണം. എങ്ങനെ? മന്ദിർ മന്ദിരിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു രീതിയിലും അത് മാറ്റണമെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്താണെന്ന് പറയും? കേന്ദ്ര ഗവൺമെന്റിന് തന്നെ അല്ലല്ല, ഞാൻ പറഞ്ഞുതരും. മന്ദിറും മോസ്കൊന്നും പറഞ്ഞുകൊണ്ടല്ല ഇവിടെ കൊടുക്കേണ്ടത്. ആശാവർക്കർക്ക് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെത് മാന്യമായി കൊടുക്കണം. നിങ്ങൾ വീടുകളിലെ നിങ്ങൾ വീടുകളിലെ ഇത് അവിടെ മോഡി സർക്കാർ 70,000 രൂപയും 3,20,000 രൂപ കൊടുക്കുന്ന കേരള സർക്കാർ അവർക്ക് ആ വീട് കൊടുക്കുമ്പോഴേക്കും സംസാരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞതിന് ശേഷം പ്രിന്റ് സംസാരിക്കും. തെറ്റിദ്ധരിപ്പിക്കുകയല്ല, 100% കറക്റ്റാണ്. അത് എങ്ങനെയാണ് സമ്മതിക്കുന്നത്? അത് ഏത് ലെവലിലേക്ക് നിങ്ങൾ ചെറിയൊരു എമൗണ്ട് നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് തന്നിട്ട് നിങ്ങളുടെ മോഡി സർക്കാരിന്റെയും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കള്ളടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എവിടെ ന്യായീകരണം? ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന പൈസ എന്നാലും കേരള ഗവൺമെന്റ് കൊടുക്കുന്നതിനാലും ആരും വയ്ക്കുന്നത്, മോഡിയിലും വയ്ക്കുന്ന, പിണറായിലും വയ്ക്കുന്ന, ആരും വയ്ക്കില്ല. നിങ്ങൾക്ക് പാവപ്പെട്ടവന് കൊടുക്കേണ്ട പണം കൊടുക്കൂ. നിങ്ങൾ സുരേഷ് ഗോപി ഇവിടെ വന്നല്ലോ, അദ്ദേഹം പൊങ്കാല ഇടാൻ കൊടുത്തു, അദ്ദേഹം കുട വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്ക്. ഈ കാര്യത്തിനൊരു കേന്ദ്ര ഗവൺമെന്റിന് ഒരു പരിഹാരം ഉണ്ടാക്ക്. നമുക്ക് യോജിച്ച് നമുക്ക് പോവാം. അതല്ലല്ലോ ഇവിടെ രാഷ്ട്രീയമല്ലേ നിങ്ങൾ കളിക്കുന്നത്? നിങ്ങൾ രാഷ്ട്രീയം കളിക്കല്ലേ? നിങ്ങൾ രാഷ്ട്രീയം എന്തിനാണ് കളിക്കുന്നത്? ആശാ വർക്കർമാർക്ക് ഇത്രയും ഓണറേറിയം കൊടുത്തത് ഈ സർക്കാരല്ലേ? പിണറായി സർക്കാരല്ലേ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തത്? ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തത് അവരല്ലേ? അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംശയമില്ല. കേന്ദ്രം നമുക്ക് തന്നത് ഔദാര്യമല്ല. എൻ്റെ പിണ്ടു, ഈ നമ്മളെ ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മളെ നിന്ന് പിരിച്ചുകൊണ്ടുവന്ന പോണ നികുതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർക്ക് തരുന്നത് അതൊരു ഭരണഘടന രീതിയാണ്. അത് ആരും ഔദാര്യമല്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യം അത് നമുക്ക് തരാതെ എങ്ങനെയാണ് നിങ്ങൾ പല കണക്കുകൾ നിങ്ങൾ പറയുന്ന കണക്കുകൾ കൊടുത്തില്ല. നിങ്ങളെ കണക്കുകളായിട്ട് യോജിപ്പിച്ച് പോകാൻ പറ്റില്ല. ഇവിടുത്തെ കണക്കുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കൊടുക്കണം. നമ്മൾ എവിടെ ചെലവാക്കിയെന്ന് വേണം. എവിടെയാണ് NHMന്റെ പൈസ വകമാറ്റി ചെലവാക്കിയത്? പറയൂ, എവിടെയാണ് മാറ്റി ചെലവാക്കിയത്? ചുമ്മാ ഒന്ന് പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. NHMന്റെ പൈസ എവിടെയാണ് വക മാറ്റിയിട്ടുള്ളത്? പറയൂ. എല്ലാ വകുപ്പുകളിലും ഈ വകമാറ്റി ചെലവഴിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചീഫ് സെക്രട്ടറി കേരളത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന പോലീസിന് നൽകാനുള്ള വിഹിതം അത് തുക മാറ്റി ചിലവഴിച്ചോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്രത്തിന് സംശയമുണ്ട്. ബില്ല് കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര ചീഫ് സെക്രട്ടറി ഇങ്ങോട്ടേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഇപ്പൊ ദുരന്തം വയനാട്ടിൽ നടന്നത്. ആ വയനാട്ടിൽ നടന്നപ്പോഴത്തേക്ക് ഇവർ ഒരു പൈസ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങൾക്ക് എത്ര കോടി രൂപയാണ് ഇവർ കണക്ക് ചോദിച്ചാണ് കൊടുക്കുന്നത്. ഇവർ കണക്ക് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താ? ജനസംഖ്യ ആനുപാതികമായാണ് അവർക്ക് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ജനസംഖ്യ ഉണ്ടാക്കാം. കേരളത്തിലെ ജനങ്ങളെല്ലാം പിന്നെ ജനസംഖ്യ ഉണ്ടാക്കാനുള്ള തന്ത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി. അങ്ങനെ ജനങ്ങൾ വളർത്താം. എന്താ പറയുന്നത്? സമ്മതിക്കില്ല. ശരി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പോലും കൃത്യമായി നടപ്പിലാക്കുന്നില്ല. കേന്ദ്രം കണക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് പല ആവർത്തി ചോദിച്ചപ്പോഴാണ് ഒരു പ്രാഥമിക ഘട്ട കണക്കെങ്കിലും സംസ്ഥാന സർക്കാരിന് കൊടുക്കാനായത്. അതൊക്കെ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീ സതീഷ് വസന്ത്, ഇവിടെ ചോദ്യം അതല്ല, ഓണറേറിയം എങ്കിലും എന്തുകൊണ്ട് നൽകുന്നില്ല കൃത്യമായി എന്നുള്ളതാണ്. ശ്രീമതി രാജി സൂചിപ്പിച്ചു, 3-4 മാസം കുടിശ്ശിക ഇടുകയാണ്. പിന്നീട് വീണ്ടും തങ്ങൾക്ക് അവകാശപ്പെട്ട ഈ തുകയ്ക്കായി വീണ്ടും സമരം ഇരിക്കണം. കുടിശ്ശിക കൊടുക്കും. അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഈ കുടിശ്ശിക വാങ്ങിക്കാൻ വേണ്ടി മാത്രം സമരം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ലോ. അവരെ ആവശ്യങ്ങൾ, പുതിയ ആവശ്യങ്ങൾ വരാൻ വേണ്ടി മാത്രം അവർ സമരം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇന്ന് കുടിശ്ശിക ഉണ്ടോ പറയില്ലതാ സത്യസന്ധതയെ പറ്റി. നിങ്ങളെ ഓണർ അറിയത്തില്ല. ഇപ്പൊ കുടിശ്ശിക ഇല്ലല്ലോ.
ഇല്ലല്ലോ, ഈ കുടിശ്ശിക അമ്മമാർ ഇല്ലല്ലോ. തെരുവിലിറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ കുടിശ്ശിക ഉണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്തപ്പോ കുടിശ്ശിക അപ്പൊ തന്നില്ലേ? അവർ സമരം നിങ്ങൾ അവതാരിയൊന്നുമല്ല, നിങ്ങൾ ജോലി ചെയ്തിട്ടാണ് തന്നത്. 100% ശരിയാണ്. സമരം പക്ഷെ ഒരു ചെയ്തതിന് കാര്യം, ശേഷമാണ് ആ കുടിശ്ശിക വീട്ടിയത്. സമരം ചെയ്ത് അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വലിയ ശ്രദ്ധയായി വന്നു. അല്ല, ശ്രദ്ധയാണ്, അങ്ങനെയൊന്നുമില്ല. ഓണറേറിയം അടക്കം കൂട്ടില്ല എന്നുള്ള ഉറപ്പ് അല്ല, ഓണറേറിയം കൂട്ടില്ല എന്ന് ആര് പറഞ്ഞു? അല്ല, ആര് പറഞ്ഞു ഓണറേറിയം കൂട്ടി? അവർക്ക് അർഹതപ്പെട്ട ഓണറേറിയം കൂട്ടി തന്നെ കൊടുക്കും. ഒരു സംശയവും ഇല്ലെന്നേ, ഒരു സംശയവും ഇല്ല. ശരി ശരി. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മറുപടിയും വരുന്നില്ല. തിരികെ ചർച്ചയിലേക്ക്. ശ്രീമതി മേരി ജോർജ്, സംസ്ഥാനം ഇന്നുവരെ കാണാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോഴും പൂജ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കടം വാങ്ങി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പെൻഷനും ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ നൽകുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതിനാണ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും, കേന്ദ്രത്തെ പഴി പറയുന്നത്. ഇവിടെ സാധാരണക്കാരിലും സാധാരണക്കാരായ ആശാവർക്കർമാർ സമരം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അവരെ അവഹേളിക്കുന്ന സമീപനവും തുടരുന്നുണ്ട്. എന്തായാലും ഇതിനൊരു സമവായം അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിലെത്തിയേ മതിയാകുകയുള്ളൂ. ഈ ആശാവർക്കർമാർ സംസ്ഥാന ബജറ്റിന് മുൻപേ തന്നെ തങ്ങളുടെ ഒരു ആവശ്യം നിവേദനമായി സമർപ്പിച്ചിരുന്നു, ഇതുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊന്നും കേട്ട മട്ടേ കാണിച്ചില്ല, അതൊന്നും പരിഗണിച്ചതേയില്ല. ഇപ്പോൾ തങ്ങൾ കൊടുക്കുന്ന ഈ 3-4 മാസം കൂടുമ്പോൾ കുടിശ്ശികയായി വരുത്തിയിരിക്കുന്ന ഓണറേറിയം കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ് എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് പറയാനുള്ള നിരവധി കാരണങ്ങൾ മറുഭാഗത്തുണ്ട്. കാരണം അനാവശ്യമായ ധൂർത്ത്, ചിലവ്, ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നത് ഒക്കെ കാണുന്നതാണ്. ഇതിനൊരു പര്യവസാനം എങ്ങനെ ആകുമെന്നാണ് കരുതേണ്ടത്? രോഹിണി, ഈ പറഞ്ഞതെല്ലാം ഇഷ്യൂസ് ആണ് സത്യത്തില്. അതായത്, പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഈ കോ ബ്രാൻഡിങ് എന്ന് പറയുന്നതിനോട് ശക്തമായ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM, ആ പേരിൽ തന്നെ നാഷണൽ ഉണ്ട്, അതൊരു ദേശീയ പദ്ധതിയാണ് എന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് ആയുഷ് മന്ദിർ എന്ന് ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് മുടക്കുന്നത്? അത് ഒരു കാരണവശാലും ശരിയല്ല. അവിടെ മിസ്റ്റർ വസന്ത് പറഞ്ഞത് പോലെ, അതായത് ഈ രാജ്യത്തെ പരോക്ഷ നികുതിയാകട്ടെ പ്രത്യക്ഷ നികുതിയാകട്ടെ എല്ലാം ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്നുള്ള വരുമാനമാണ്. ആ വരുമാനം ഉപയോഗിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പാക്കുന്നതും. അപ്പൊ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്രാൻഡിങ്ങോ സംസ്ഥാന ഗവൺമെന്റിന്റെ ബ്രാൻഡിങ്ങോ, LDF ഗവൺമെന്റിനും ബ്രാൻഡിങ് വലിയ തോതിലുണ്ട്. അപ്പൊ ഈ 2 തരത്തിലുള്ള ബ്രാൻഡിങ്ങും ആവശ്യമില്ല. ജനങ്ങളുടെ പണമെടുത്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഏത് കാര്യം നടത്തുന്നതും ഉത്തരവാദിത്വമാണ് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് കടുത്ത ധനപ്രതിസന്ധി സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അത് തന്നെയുമല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ കടമെടുത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം തന്നെ, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നമുക്ക് സഞ്ചിത കടം, അതായത് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അത് GSDPയുടെ 29% നിജപ്പെടുത്തേണ്ടതാണ്. 2019-20 മുതൽ അത് 35, 36 ഈ തരത്തിൽ 38 ഒക്കെ വരെ പോകുന്നുണ്ട്. അത് കർശന നിലപാട് നിർമ്മല സീതാരാമൻ എടുത്തത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ബജറ്റില് അത് കുറച്ച് ഒതുക്കി 33.77%, അതായത് 29% നിജപ്പിഴ അതിന് താഴെ നിർത്തേണ്ടതാണ് 33.77%. അപ്പോൾ കടത്തിലാണ് സംസ്ഥാനം ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളും. പക്ഷെ വരുമാനമില്ലേ? വരുമാനം ഉണ്ട്. ഇതാ എന്റെ കയ്യിലിരിക്കുന്നു ബജറ്റ് ഇൻ ബ്രീഫ്. ആ ബജറ്റ് ഇൻ ബ്രീഫ്, ഈ പ്രാവശ്യത്തെ ബജറ്റ് ഇൻ ബ്രീഫ്, അതിൽ തന്നെ പറയുന്നു സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ എത്ര കോടിയാണ് ഈ കഴിഞ്ഞ 2024-25 കിട്ടിയത്? 81,627.29 കോടി. അതുപോലെ തന്നെ നികുതിയേതര വരുമാനം 17,905.65 കോടി. ഇത് ബജറ്റ് ഇൻ ബ്രീഫ് നോക്കിയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അതല്ലാതെ, അതായത് കഴിഞ്ഞ 2024-25 കണക്കാണ് വായിച്ചത്. 25-26 എസ്റ്റിമേഷൻ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ വായിച്ചത് കഴിഞ്ഞ വർഷത്തെ
24-25 നാം നേടിയ പണമാണ്. പിന്നെ അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് എത്രയാണ് കിട്ടിയത്? സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് 33,396.87 കോടി കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ലെന്ന് കരയേണ്ട കാര്യമില്ല. ഇത് ഈ സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് ബ്രീഫില് കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഫണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് 33,396.87 കോടി രൂപ കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആകെ കഴിഞ്ഞ വർഷം നമ്മൾ സമാഹരിച്ച റവന്യൂ വരുമാനം എന്ന് പറയുന്നത് 1,32,929 കോടിയാണ്. 1,32,929 കോടിയാണ് ഈ പോയ വർഷം 2024-25 കേരള സ്റ്റേറ്റ് സമാഹരിച്ച വരുമാനം. ഈ വരുമാനത്തിനൊക്കെ ഉപരിയാണ് കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും ഒക്കെ കടമെടുത്ത് വഹിക്കാൻ വയ്യാത്ത പരുവത്തിലേക്ക് കടം ഉയർന്നതും അപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ആ കടം കുറച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നതും എന്ന് വേണം പറയാൻ. അപ്പോ അങ്ങനെ കടമെടുത്ത ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് ഒരു 12,000 കടം എടുക്കണം, 10,000 കടം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ അപ്രോച്ച് ചെയ്തത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള ഡൽഹിയിലെ ചർച്ച, ശ്രീ KV തോമസും ഉണ്ടായിരുന്നു, പ്രൊഫസർ KV തോമസും ഉണ്ടായിരുന്നു കൂടെ. ആ ചർച്ചയിലാണ് 5,990 കോടി രൂപ, അതായത് ഇനി ഈ 25-ാം തീയതി മാത്രമാണ് ഈ വർഷം കടമെടുക്കാവുന്നത്. ആ 25-ാം തീയതി റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി എടുക്കാനുള്ള തീരുമാനത്തിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെ സത്യത്തിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ കടത്തിലാണ് സംസ്ഥാനം. അതേ സമയത്ത് വരുമാനം നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്, ഞാൻ നേരത്തെ ബജറ്റ് നോക്കി തന്നെ പറഞ്ഞതുപോലെ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വരുമാനം എവിടെ പോകുന്നു എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്നാണ് നാം ചോദിക്കേണ്ടത്. അതായത് NRHM ഒരു ഫണ്ട് അലോട്ട് ചെയ്യേണ്ടതാണ് ബജറ്റിൽ തന്നെ. അങ്ങനെ അലോട്ട് ചെയ്യുകയും ആ ഫണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് വകമാറ്റലിനെ പറ്റി മിസ്റ്റർ വസന്തിന് വലിയ സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ വസന്ത് ദയവായിട്ട് CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. കഴിഞ്ഞ മാർച്ചില് പുറത്തുവിട്ട CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. അതിനകത്ത് എല്ലാ തരം വകമാറ്റലും 1, 2, 3 എന്ന രീതിയിൽ സെക്ഷൻ വെച്ച് പറയുന്നുണ്ട്. അത് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ തരത്തിലാണ് വകമാറ്റി പോയത് എന്ന്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ വരുമാനത്തിൽ പിരിച്ചെടുക്കാതെ പോകുന്ന അരിയറായിട്ട് പോകുന്ന 20,000 കോടിയുടെ അരിയറാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് ബ്രീഫിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത അരിയർ തന്നെ 16,000 കോടിക്ക് മുകളിലാണ്. ഒരു തടസ്സവും ഇല്ലാത്ത അരിയർ. എന്താ ഈ തടസ്സമില്ലാത്ത അരിയർ പോലും പിരിച്ചെടുക്കാത്തത്? അത് ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മയല്ലേ? അപ്പൊ ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മയുണ്ട് വരുമാന സമാഹരണം നടത്തുന്നതില്. അത് രണ്ടാമത് സമാഹരിച്ച വരുമാനം എങ്ങോട്ട് ചെലവഴിക്കണം, പ്രയോറിറ്റി. അതായത് ഏത് തരത്തിൽ എങ്ങോട്ട് വേണം, എങ്ങോട്ടൊക്കെയാണ് വകമാറ്റുന്നത്. അങ്ങനെ വകമാറ്റി ചെലവഴിക്കാനൊക്കെ മുഖ്യമന്ത്രിക്കും മറ്റ് ചില വകുപ്പുകൾക്കും ഒക്കെ അധികാരം കിട്ടാനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, അതായത് ഭരണപരിഷ്കാര കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്തായിരുന്നു? അതായത് ധനവകുപ്പിൽ നിന്ന് ഈ ഓരോ വകുപ്പുകളും ചെലവഴിക്കേണ്ട പണത്തെ പറ്റി തീരുമാനം എടുക്കുന്നത് ധനവകുപ്പാണ്. അത് അലോട്ട് ചെയ്യുന്നതും ആ തീരുമാനം, ആ പവറ് ധനവകുപ്പിൽ നിന്ന്, അതായത് റൂൾ 10 എന്ന് പറയും. ആ റൂൾ 10 ധനവകുപ്പിൽ നിന്ന് എടുത്തു മാറ്റണമെന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞിരുന്നത്. അത് നടപ്പാക്കി കാണില്ല. നടപ്പാക്കാൻ, അതായത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും നടപ്പാക്കാൻ പറ്റില്ല. നടപ്പാക്കിയാൽ മുഴുവൻ കുത്തഴിഞ്ഞു പോകും. കാരണം ധനവകുപ്പ് ഒരു കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും സംസ്ഥാനം നിൽക്കുന്നത്. ആ അവസ്ഥ, ആ ഒരു ദുരവസ്ഥയിലാണ് സംസ്ഥാനം പെട്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ബലിയാടുകളാകേണ്ടത് രാപകൽ അധ്വാനിക്കുന്ന സ്വന്തം കുടുംബത്തെ പോലും കഷ്ടത്തിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാരല്ല അതിനുവേണ്ടി ബലിയാടുകളാക്കപ്പെടേണ്ടത്. രാഷ്ട്രീയക്കാർക്ക് ഇട്ട് തട്ടിക്കളിക്കാവുന്ന പന്തുകളല്ല, കളിമൺ പന്തല്ല ആശാ വർക്കർമാര്. അതുകൊണ്ടാണല്ലോ അവരുടെ സമരത്തെ ഏറ്റവും മോശമായ
ഭാഷയിൽ അത് വിശേഷിപ്പിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞത്. ശ്രീ പ്രിന്റു മഹാദേവ്, കണക്കുകൾ ഇങ്ങനെ നിരത്തുകയാണ് സംസ്ഥാന സർക്കാർ. എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ വെക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തരാനുള്ളതൊന്നും തരുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഇപ്പോൾ കേന്ദ്രം കൃത്യമായ ഇൻസെന്റീവിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോഴും ഓണറേറിയത്തിന്റെ കാര്യം മിണ്ടുന്നതേയില്ല. ഇനി വീണ്ടും ഇത് വച്ച് താമസിപ്പിക്കൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകൽ, എന്നിട്ട് വീണ്ടും കേന്ദ്രത്തിനെതിരെ പഴി പറയൽ, ഇത് തന്നെയാണോ അവർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഈ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ മുൾമുലിൽ നിർത്താനുള്ള ശ്രമമാണ് ഇന്നലെ വരെ വീണ ജോർജ് ചെയ്തത്. പക്ഷെ എല്ലാം തന്നെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു വീണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ വസ്തുതകൾ അങ്ങനെയാണ്. ഒരു ഡിജിറ്റൽ ലോകത്ത് നമുക്കറിയാം, പഴയ പോലെ ദേശാഭിമാനിയും കൈരളി ചാനലും മാത്രം കാണുകയും വായിക്കുന്ന ജനങ്ങളല്ല കേരളത്തിലെ ആളുകൾ. ഇപ്പൊ ഡിജിറ്റൽ ലോകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് വളരെ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും 1980കളിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്കും പിണറായി വിജയനും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കേന്ദ്രം കൃത്യമായിട്ട്, ഇപ്പോൾ നേരത്തെ ആദരണീയമായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ 10 വർഷം കൊണ്ട് 2,26,000 കോടി രൂപയാണ് പദ്ധതിയേതര വിഹിതമായിട്ട് കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഇപ്പൊ GST നഷ്ടപരിഹാരം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ തനത് വരുമാനവും ഇതുവരെ പിരിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഈ ആശാ വർക്കർമാരോട് അപേക്ഷിച്ച് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കേന്ദ്രത്തിനല്ലേ കുറ്റം പറയേണ്ടത്. അവർ പറയുക, ഞങ്ങൾ വലിയ ധനകാര്യ പ്രതിസന്ധിയിലാണ്, ഞങ്ങൾക്ക് നഞ്ച് മേടിച്ച് കഴിക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത അപരാധവും പുറത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് കപട വാഗ്ദാനമാണെന്ന് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഈ കേരളത്തിലെ കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ പ്രഹസനം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. പിന്നെ നേരത്തെ ആദരണീയമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധ പറഞ്ഞ കോ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. ഈ കോ ബ്രാൻഡിങ് ആരംഭിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരല്ല. നമ്മൾ ഇത് ഇന്ത്യ മഹാരാജ്യത്ത് വന്ന സർക്കാരുകൾ മുഴുവൻ അവരുടെ പദ്ധതികൾക്ക് കൃത്യമായിട്ടുള്ള പേര് നൽകിയിട്ടുണ്ട്. അവിടെ പലപ്പോഴും ഉണ്ടായിരുന്ന പദ്ധതികളുടെ പേര് ഒന്നില്ലെങ്കിൽ നെഹ്റുവിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇന്ദിരയുടെ പേരിൽ, അല്ലെങ്കിൽ രാജീവിന്റെ പേരിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ പേരിലേക്ക് ഇവിടുത്തെ പദ്ധതികളാണ് വരുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്, പ്രധാനമന്ത്രി സഡക് യോജനയാണ്, പ്രധാനമന്ത്രി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്, നരേന്ദ്രമോദി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയല്ല. അങ്ങനെ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോൾ കോ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് അത് രേഖപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിവിടെ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ആ പേര് ഇവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് മിഷൻ ആക്കി മാറ്റി. നിങ്ങൾ അങ്ങനെ പറയല്ലേ ഒരു സ്ഥലത്തും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ പറയില്ല. നിങ്ങളത് കുപ്രചരണം നടത്തല്ലേ? നിങ്ങൾ ജനങ്ങളുടെ പണം തന്നെയാണ് ഇവിടെ ഈ മഹാരാജ്യത്ത്. നിങ്ങൾ EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൈസ കൊണ്ടായിരുന്നല്ലോ. നിങ്ങൾ EMS എന്നുള്ള പേര് വെച്ചിട്ടില്ലേ? നിങ്ങൾ വെച്ചിട്ടില്ലേ? ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികൾക്ക് പേരുണ്ട് സാർ. പേരും ആളും അർത്ഥമില്ലാത്ത സർക്കാരല്ല. പക്ഷെ ആ പേര് നരേന്ദ്രമോദി അല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ്. ഈ പേര് കോ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് മുഴുവൻ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തയ്യാറായല്ലോ. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറായി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നല്ലോ ഞങ്ങൾ തയ്യാറല്ല എന്ന്. നിങ്ങൾ ഇപ്പോൾ തയ്യാറായത് മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഈ ഫണ്ടുകൾ ലാപ്സായി മാറില്ലായിരുന്നു. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇവിടെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. കടമെടുത്ത് മുടിയുന്ന ഒരു സർക്കാർ ഇവിടെ ആശാ വർക്കർമാരെ പട്ടിണിക്കിടുന്നു. കുറച്ച് സമയം മുമ്പാണ് നമ്മുടെ ഈ പറയുന്ന സ്കൂളിനകത്ത് ഉച്ചക്കഞ്ഞി വെക്കുന്ന അവിടുത്തെ ആയമാർക്കുള്ള ശമ്പളം മുടങ്ങിക്കിടക്കുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പദ്ധതി വിഹിതം മുഴുവൻ വകമാറ്റി. അവർക്ക് 4-5 മാസങ്ങളായിട്ടാണ്. പിന്നെ കേന്ദ്രം കൃത്യമായി ഇടപെട്ട് ഈ കണക്കുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ പാവപ്പെട്ട അശരണനായിട്ടുള്ള ഈ അമ്മമാർക്ക്, സർവ്വസാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഈ ആശാ വർക്കർമാരായി പോകുന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളായി പോകുന്നത്, അംഗനവാടി ജീവനക്കാരായി പോകുന്നത്, ഹരിത വർക്കർമാരായി പോകുന്നത്. അവർക്കുള്ള ശമ്പളമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ആ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം നിങ്ങൾ 1 രൂപ കൊടുക്കണ്ട. ഞങ്ങൾ ഉറച്ചു പറയും, സംസ്ഥാന സർക്കാർ 1 രൂപ കൊടുക്കണ്ട. കേന്ദ്രം നൽകുന്ന പദ്ധതി വിഹിതം നിങ്ങൾ വക മാറ്റാതെ കൃത്യമായി ഈ പറയുന്ന അശരണ അനുഭവിക്കുന്ന വിഭാഗങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കാരണം നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 60% ഇപ്പോഴും പോകുന്നത് പെൻഷൻ കൊടുക്കാനും ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുമാണ്. അത് നോക്കൂ, അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി, ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടക്കുന്ന പദ്ധതി, ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറേണ്ടത് അടിസ്ഥാന ജനവിഭാഗമാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് അതിന്റെ നേട്ടങ്ങൾ കിട്ടാതെയാകുന്നു. അത് കിട്ടുന്നത് ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളാണ്, PSC മെമ്പർമാർക്കാണ്, കേസ് തോറ്റു കൊടുക്കുന്ന വക്കീലന്മാർക്കാണ് പണം കൊടുക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം മേടിക്കാൻ വേണ്ടി 100 കോടിയാണ്
അനുവദിക്കുന്നത്? അപ്പൊ നോക്കൂ, അപ്പൊ അവിടെയാണ് കേന്ദ്രം ഇടപെടുന്നത്, അവിടെയാണ് കണക്ക് ചോദിക്കുന്നത്. കണക്ക് ചോദിക്കുമല്ലോ, നിങ്ങൾ ഒരു പദ്ധതിക്ക് കൊടുക്കുന്ന പണം എന്തിന് ചെലവാക്കി എന്നുള്ളത് കൃത്യമായി ചോദിക്കും. കാരണം എന്താണ്, ഒരു സിംഗിൾ വിൻഡോയിലേക്ക് കേന്ദ്ര ധനകാര്യ മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. ലോകത്തിലെ ആഗോള സാമ്പത്തികത്തിലെ 5ാമത്തെ ശക്തിയായി ഭാരതം മാറിയത് ശക്തമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക മേഖല ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ ഒരു സംസ്ഥാനം ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായ ശ്രമം നടക്കുന്ന സമയത്ത് മൂക്കുകയറുകൊണ്ട് വരിഞ്ഞു മുറുക്കും. അതെന്തിനാണ്? ഒരു സംസ്ഥാനം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ ചട്ടം പഠിപ്പിക്കേണ്ടത് ധനകാര്യ മാനേജ്മെന്റിന്റെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കമ്മീഷനുകളുടെ ഉത്തരവാദിത്തമാണ്, കേന്ദ്ര കമ്മീഷനുകളുടെ ധനകാര്യ കമ്മീഷൻ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഈ ഭരണ സംവിധാനം 9 വർഷമായിട്ട് തകർത്തു തരിപ്പണമാക്കി മാറ്റി. ഇപ്പൊ ക്യൂബയിൽ പോയിട്ട് മറ്റൊരു കാര്യം അവസാനിപ്പിക്കാം. ഇപ്പൊ ക്യൂബയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഈ ക്യൂബയുമായിട്ടുള്ള വലിയ ചർച്ച. ശരി, അതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. പച്ചക്കള്ളവും കണക്കിലെ പൊള്ളത്തരങ്ങളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജും CPM-ഉം ആശമാരുടെ സമരത്തെ അവഹേളിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 കഴിയുന്നു. ഈ ഹുങ്കും ധാർഷ്ട്യവും ഒക്കെ കൈമുതലായവർക്ക് ഒരുപക്ഷെ അതിജീവനത്തിനായി പൊരുതുന്നവരെ മനസ്സിലാകണമെന്നില്ല. അധികാരം നേടുന്നതിന് വേണ്ടി തലകുമ്പിടുന്നതും അതിജീവനത്തിനായി തല ഉയർത്തി സമരം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.